السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ സൂറ ആൽ ഇമ്രാന്റെ 15-ാമത്തെ ആയത്തിലേക്ക് വന്നതാണ്. 15 മുതൽ 17 വരെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മെയിൻ ഗ്രൂപ്പുകളിൽ കിട്ടിയിട്ടുണ്ടാവും ഒരു പുതിയ ലിങ്ക്. അതായത് നമ്മൾ ജൂസ് 3ന്റെ ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും നോട്ട്സും ടീച്ചർ നോട്ട്സും സ്റ്റുഡൻറ് നോട്ട്സും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും പ്ലസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന്റെ ലിങ്ക്, അതായത് നിങ്ങൾ നമ്മൾ ഞായറാഴ്ച രാത്രി സ്റ്റാർട്ട് ചെയ്തിട്ട് ചൊവ്വാഴ്ച രാവിലെ ക്ലോസ് ചെയ്തതിന് ശേഷം പബ്ലിക് ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാറുണ്ട് അല്ലെ, ആർക്കും എപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പബ്ലിക് എക്സാമിന്റെ ലിങ്കും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് അതിവിടെ ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് അതെന്താന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജുസ് 3 ഇതിപ്പോ ഞാൻ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വീതിയിൽ കാണുന്നത്. ഫോണിലാവുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ലൈനിന്റെ താഴെ ഈ 2 ബട്ടൺസ് അങ്ങനെയാ വരാം. ഓക്കെ, അപ്പം ഇതുവരെ നടന്ന ജുസ് 3 ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലോങ് അതായത് J3S7 തഫ്സീറുൽ ഖുർആൻ ഇത് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും. യൂട്യൂബിലുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചർ നോട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ജൂസ് 3 ഇതുവരെയുള്ള എല്ലാ നോട്ട്സും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പ്ലസ് ഇതുവരെ നടന്ന ടെസ്റ്റുകളുടെ പബ്ലിക് ലിങ്കുകളും. ഈ വലിയ ബ്ലൂ ബട്ടൺ എന്ന് പറയുന്നത് ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3 അങ്ങനെ. ഓക്കെ, അപ്പം ഇനി മുതൽ നമ്മൾ ഈ ലിങ്കിൽ അപ്ഡേറ്റ്സ് വെച്ചിട്ട് അതായിരിക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക. പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ അത് നിങ്ങൾക്ക് അങ്ങ് ശീലമായിക്കോളും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ വലിയ ഫയലുകളൊക്കെ ഷെയർ ചെയ്ത്, അതായത് നോട്ട്സ് ഒക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ വലിയ ഫയലുകളാണ്. വാട്സപ്പ് പെട്ടെന്ന് സ്റ്റക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇതിൽ ചെന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പബ്ലിക് ലിങ്ക്, അതായത് മെയിൻ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് ടെസ്റ്റ് എഴുതുന്ന ആളുകൾ, സബ് ഗ്രൂപ്പിലും ലേസി ഗ്രൂപ്പിലും സ്റ്റാർട്ടർ ഗ്രൂപ്പിലും ഒന്നും ഇല്ലാതെ മെയിൻ ഗ്രൂപ്പിൽ NS00 കൊടുത്ത് ടെസ്റ്റ് എഴുതുന്ന ആളുകൾക്ക് നമ്മൾ ലിങ്ക് സാധാരണ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. ഞായറാഴ്ച രാത്രി നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് സബ് ഗ്രൂപ്പുകളിലും ലേസി ഗ്രൂപ്പിലും സ്റ്റാർട്ടർ ഗ്രൂപ്പിലും മാത്രമായിരിക്കും, മെയിൻ ഗ്രൂപ്പിൽ ചെയ്യൂല. പകരം മെയിൻ ഗ്രൂപ്പുകാര് ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് ശേഷം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ, അതായത് ഈ ഒരു സംഭവം ടെസ്റ്റ് 3 ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ അല്ലെ, ഈ ഒരു ലിങ്ക് ചൊവ്വാഴ്ച 6 മണിക്ക് ശേഷം ആക്റ്റീവ് ആവും. അപ്പം നിങ്ങൾ മെയിൻ ഗ്രൂപ്പിൽ ഇരുന്ന് ടെസ്റ്റ് എഴുതുന്നവര് ഒരുപാട് സംശയങ്ങളൊന്നും ചോദിക്കേണ്ട. ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റ് അവിടെ ചൊവ്വാഴ്ച 6 മണിക്ക് ശേഷം കിട്ടും. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് ചെയ്യാം. പക്ഷെ സബ് ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലും ഉള്ളവർ നിർബന്ധമായും നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ലിങ്കിലായിരിക്കണം എഴുതുന്നത്. എങ്കിലേ നിങ്ങളെ റിസൾട്ടും കാര്യങ്ങളും നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. കാരണം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരോ കോൺടാക്ട് നമ്പറോ ഒന്നും ചോദിക്കില്ല. ഇത് ജസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റിന് വേണ്ടി ഉള്ളതാണ്. ഓക്കെ, എന്തായാലും ഈ ലിങ്ക് നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലിങ്ക് ആർക്കും മറന്നുപോലെ. ഇനി നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാ. അപ്പോൾ ഭയങ്കര ഭീകരമായ ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങളെ കാര്യങ്ങളൊന്നും എളുപ്പമാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾക്ക് പുതിയതായതുകൊണ്ട് ആദ്യം ഇത്തിരി പ്രയാസം ഉണ്ടാവും. പോകാതെ അങ്ങ് എളുപ്പമായിക്കോളും ഇൻഷാ അല്ലാ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനിടയ്ക്ക് നമ്മളുടെ സബ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന അറിയില്ല, നമ്മളെ ഗ്രൂപ്പിൽ നമ്മുടെ കൂടെ നൂറുസുദ്രിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി, ആലുവയിലുള്ള ജമീല അബ്ദുറഹ്മാൻ, സുഖമില്ലായിരുന്ന ആൾക്ക് മരണപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പിലെ പോസ്റ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും.
അവർക്ക് മഫ്റത്തിന് വേണ്ടി മർഹമത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. അത്യാവശ്യം നമ്മൾ എന്നെയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്, നമ്മളൊരു ക്ലോസ് ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. ഓക്കെ, അപ്പം അവരുടെ ആഹ്റം ഹൈറനാവാൻ വേണ്ടിയിട്ടും ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച ഖുർആൻ അവർക്ക് പരലോകത്ത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതേപോലെ അവരുടെ കുടുംബത്തിന് ക്ഷമയ്ക്കും ഹിദായത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അള്ളാഹു ദുആ ചെയ്യുക. ഒപ്പം നമ്മളുടെയും മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക ഏത് നിമിഷവും, അല്ലെ? നമുക്ക് ഒരുപാട് സമയമൊന്നും കളയാനില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഓരോ മരണങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഏറ്റവും ഹൈറായത് നമ്മുടെ ആയുസിന്റെ ഉള്ളിൽ ചെയ്തു തീർക്കാനും അള്ളാഹിന്റെ തൃപ്തി കൊണ്ട് മടങ്ങാനുള്ള തൗഫീഖ് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അപ്പം ഇന്നത്തെ ആദ്യം സൂറ ആൽ ഇമ്രാനിലെ 15-ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം. ട്രാൻസ്ലേഷൻ: പറയുക, അതിനേക്കാൾ ഉത്തമമായതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ അവർ നിത്യവാസികൾ ആയിക്കൊണ്ട് പരിശുദ്ധരാക്കപ്പെട്ട ഇണകളും അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ പ്രീതിയും ഉണ്ടായിരിക്കും. അള്ളാഹു അടിയാന്മാരെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. വാക്കർത്ഥം: ഖുൽ, നീ പറയുക, ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിക്കട്ടെയോ? നൂൻ ബ ഹംസ. ബിഖൈരിൻ, ഉത്തമമായതിനെ പറ്റി, മിൻ ദാലിക്കും, അതിനേക്കാൾ, ലില്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ചവർക്ക്, വാവ് ഖാഫ് യ, ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ, ജന്നാത്തുൻ, സ്വർഗങ്ങൾ, ജീം നൂൻ നൂൻ, തജ്രി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ജീം റോ യ, മിൻ തഹ്തിഹ, അവയുടെ അടിയിലൂടെ, അൽ അൻഹാർ, അരുവികൾ, നൂൻ ഹ റോ, ഖാലിദീന, സ്ഥിരവാസികളായിട്ട്, ഖ ലാം ദാൽ, ഫീഹ, അവയിൽ, വ അസ്വാജുൻ, ഇണകളും, സൈ വാവ് ജീം, മുതഹറത്തുൻ, പരിശുദ്ധമാക്കപ്പെട്ട, തോ ഹ റോ, വരിദ്വാനുൻ, പ്രീതിയും, റോ ബോധ് വാവ്, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, വല്ലാഹു, അള്ളാഹു, ബസീറുൻ, കണ്ടറിയുന്നവനാണ്, ബ സ്വാദ് റോ, ബിൽ ഇബാദ്, അടിയാന്മാരെ പറ്റി, ഐൻ ബ ദാൽ. തഫ്സീർ നോക്കാം. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വെച്ചത് സുയീന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, അല്ലെ? ഭൂമിയിലുള്ള ഷഹവാത്തുകളോടുള്ള നമ്മളുടെ ഇഷ്ടങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്ത് കൺക്ലൂഡ് ചെയ്തത് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, അവയെല്ലാം എന്താണ്? ഈ ലോക ജീവിതത്തിലെ മതാഅകളാണ്, അല്ലെ? താൽക്കാലികമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹിന്റെ അടുക്കലാണ് എന്ത്? ഏറ്റവും ശ്രേഷ്ഠമായ മടക്കസ്ഥാനം, ഏറ്റവും ഉത്തമമായ, അല്ലെ, ഹസ്നായ മടക്കസ്ഥാനം അള്ളാഹിന്റെ അടുക്കലാണ് ഉള്ളത്. അപ്പൊ എന്താണ് അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഉള്ളത്? അള്ളാഹു എന്താണ് അതായത് ഈ ഹബ്ബു ഷഹവാത്തുകൾ, അള്ളാഹു ഭൂമിയിൽ നമുക്ക് തന്നിട്ടുള്ള ഷഹവാത്ത്, ആ കാര്യങ്ങൾ ഉപയോഗിച്ച് സ്വർഗം ആഖിറ നേടാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് തയ്യാറുള്ള, അത് അങ്ങനെ അവയെ ഉപയോഗിച്ച് ആഖിറ നേടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹു പറയുന്നു, ഖുൽ ഉനബ്ബിഉക്കും, അല്ലയോ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, അല്ലെ, നീ പറയേ, ടു ദ പീപ്പിൾ, ആൾക്കാരുടെ അടുത്ത്. എന്താ പറയാൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്ത്? ബി ഖൈരിൻ മിൻ ദാലിക്കും, അതിനേക്കാൾ ഉത്തമമായത്. അതായത് നിങ്ങൾക്ക് ഈ ദുന്യാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ മേലെ പറഞ്ഞ ഹുബ്ബു ഷഹവാത്തുകൾ എന്ന് പറഞ്ഞ സാധനങ്ങളെക്കാൾ ഉത്തമമായതിനെ കുറിച്ച്, അല്ലെ, അതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഉനബ്ബിഉക്കും, ഇവിടുത്തെ തുടക്കത്തിലെ ഹംസ എന്ന് പറയുന്നത് ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ചോദ്യത്തിന്റെ ഹംസയാണ്, അല്ലെ? ചോദ്യം ചോദിക്കാണ്. എന്ത് തരത്തിലുള്ള ചോദ്യമാണിത്? ഒരു ആലങ്കാരികമായിട്ടുള്ള ചോദ്യമാണ്. ഉനബ്ബിഉക്കും, നൂൻ ബ ഹംസ, നബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ന്യൂസ്, വളരെ പ്രധാനമേറിയ, എന്നാൽ ആ ന്യൂസ് കിട്ടിയവർക്ക് വളരെ പ്രയോജനം ഉണ്ടാകുന്ന ഒരു ന്യൂസാണ് നബ. അപ്പൊ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്ത്? ബി ഖൈരിൻ മിൻ ദാലിക്കും, അതായത് നിങ്ങൾ ഇപ്പൊ കേട്ട എല്ലാത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള, എല്ലാത്തിനേക്കാളും ഉത്തമമായിട്ടുള്ളത്, അല്ലെ? എന്താണ് ഈ ദാലിക്കും? ഈ പറഞ്ഞ ഷഹവാത്തുകൾ, ഈ ദുനിയാവിന്റെ സീനത്തുകൾ, അല്ലെ, ദുനിയാവിന്റെ ഭംഗികൾ, അതിനേക്കാളൊക്കെ ഉത്തമമായതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹ് പറയാണ്, നീ ഇങ്ങനെ ചോദിക്കുക ആൾക്കാരുടെ അടുത്ത്, ഞാൻ പറഞ്ഞു തരട്ടെ എന്ന്. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കാനുള്ളതാണ് അല്ലെ. എല്ലാം ആൾക്കാരെ പഠിപ്പിക്കാനുള്ള എല്ലാ കൽപ്പനകളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് എടുത്തു ചോദിക്കാൻ ഇവിടെ എന്താ ഉള്ളത് അല്ലെ? എന്തായാലും എല്ലാ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. കാരണം സൂറത്ത് മാഇദയില് 5-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക. ഹേ റസൂലേ, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ എല്ലാം എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ എന്താ പുതിയൊരു സ്റ്റൈല്? എന്തിനു വേണ്ടിയിട്ട് ഞാൻ ജനങ്ങളോട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നത്? ഇവിടെ ഊന്നൽ കൊടുക്കുകയാണ് അല്ലെ. കാരണം നമുക്കറിയാം ഖുർആനില് നമ്മൾ ഒരുപാട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ കണ്ടിട്ടുണ്ട്. അപ്പം അല്ലയോ വിശ്വാസികളെ എന്ന് നമ്മളടുത്തൊന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബേജാറായില്ലേ? വിശ്വാസികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്, എന്താ കൽപ്പിക്കുന്നത് അല്ലെ, എന്താ വിരോധിച്ചിട്ടുള്ളത്? കാരണം നമ്മളത് അനുസരിക്കണമല്ലോ. അപ്പം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നതിന് പകരം ആ ഒരു കേൾവിക്കാരനെ ഒന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒന്നൊന്ന് തട്ടി ഉണർത്തിക്കൊണ്ട് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ. അല്ലാതെ വെറുതെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾ ഒന്ന് അലേർട്ട് ആയിരിക്കും. അതേപോലെ കേൾവിക്കാരനെ ചോദ്യം ചോദിച്ചുകൊണ്ട് അവന്റെ ആ ഒരു ഇൻട്രസ്റ്റിനെ അല്ലെ, ഇപ്പം നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, നിനക്കൊരു കാര്യം അറിയണോ അല്ലെ, നിന്റെ കയ്യിലുള്ളതിനേക്കാൾ നല്ലതിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഇപ്പൊ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ നല്ല ഇന്റീരിയർ ഡിസൈനേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ അല്ലെ, ഇതിനേക്കാൾ നല്ല കാറ് കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഒരു പെണ്ണിനെ കിട്ടുന്ന ഒരു സൈറ്റ് എന്താണ് മാട്രിമോണിയൽ സൈറ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ആ ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കുകയാണ് അല്ലെ. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, നിന്റെ കയ്യിലുള്ളതിനേക്കാൾ ഉത്തമമായത്. എന്നിട്ട് നിനക്ക് അറിയണമെങ്കിൽ അറിഞ്ഞോ, എന്നിട്ട് നീ തീരുമാനിക്കുക അല്ലെ. അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയണോ നിങ്ങൾ ഈ ദുനിയാവില് നിങ്ങളുടെ ഇച്ഛകളെക്കാൾ ബെറ്റർ ആയത് എന്താണത്? അതിന് മുമ്പ് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ലില്ലദീന തഖൗ, തഖ്വയുള്ളവർക്കാണ് അത് അല്ലെ. സുബ്ഹാനല്ലാഹ്. വിശ്വസിച്ചവരെ യാ അയ്യുഹല്ലദീന ആമനു അല്ല, ഇവിടെ വിശ്വാസം മാത്രം പോരാ, തഖ്വയും കൂടെ വേണം. എന്താ തഖ്വ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് ബോധപൂർവമുള്ള ഒരു ജീവിതം അല്ലെ, അള്ളാനെ ഓർത്തുകൊണ്ട് അള്ളാന്റെ വിധിവിലക്കുകൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട്. തഖ്വയുടെ വിശദീകരണം നമ്മൾ വളരെ വിശദമായിട്ട് പല സാഹചര്യങ്ങളിൽ പറഞ്ഞതാ അല്ലെ. നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഇതെന്റെ റബ്ബിന് ഇഷ്ടാവോ, എന്റെ റബ്ബിന് ഇതാണോ ഇഷ്ടം, അല്ലെങ്കിൽ എന്റെ റബ്ബ് ഇത് അംഗീകരിക്കുവോ, എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അല്ലെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കുവോ അതോ എന്റെ റബ്ബിന്റെ ദേഷ്യമാണോ, വെറുപ്പാണോ ഞാൻ ഇതിൽ നിന്ന് സമ്പാദിക്കുക അല്ലെ. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു കൂടുതൽ സന്തോഷമാവോ, അതോ അത് ചെയ്ത അള്ളാഹ്ക്ക് ഇതിനേക്കാൾ, അതായത് ഈ കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹ്ക്ക് തൃപ്തിയാവോ വേറൊരു കാര്യം ചെയ്യുന്നതാണോ? സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് തഖ്വ. അതായത് ഒരു വ്യക്തി അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതിനെ തെരഞ്ഞെടുത്ത് ചെയ്യല്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മളൊക്കെയും അല്ലെ, നമ്മളെല്ലാവരും അൽഹംദുലില്ലാ അള്ളാഹിന്റെ തൗഫീഖോട് കൂടി ഈ സ്ട്രീമിലേക്ക് എത്തി നല്ല കാര്യങ്ങൾ അല്ലെ, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നല്ലത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അൽഹംദുലില്ലാ. തിന്മകൾ കടന്നു കൂടുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ നന്മ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ തന്നെയാണ് അൽഹംദുലില്ലാ. പക്ഷെ പലപ്പോഴും നമുക്ക് അതിനേക്കാൾ ഉത്തമമായതിലേക്ക് നമ്മൾ എത്താറില്ല അല്ലെ. ഇപ്പൊ ചിലപ്പം ഞാനിപ്പം ഒരു ഗൃഹനാഥൻ അല്ലെ, ഞാൻ ഹലാലായ വഴിയിലാണ് സമ്പാദിക്കുന്നത്, എന്നിട്ട് അത് ഹലാലായിട്ട് എന്റെ കുടുംബത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതൊക്കെ സൽക്കർമ്മമാണ്. അതെ, അത് സൽക്കർമ്മമാണ്, അള്ളാഹുവിനോടുള്ള അനുസരണ തന്നെയാണ്. പക്ഷേ അതേ സമ്പാദ്യം അല്ലെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും അതേപോലെ അള്ളാന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്യലാണ് അതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പലപ്പോഴും മറന്നു പോകാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് ടേക്ക് കെയർ ചെയ്യുക അല്ലെ, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും നല്ല സൽക്കർമ്മമാണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഉത്തമമാണെന്ന് പലപ്പോഴും നമുക്ക് മറന്നു പോകും അല്ലെ. അതേപോലെ പഠിക്കുന്നത് ദീൻ മനസ്സിലാക്കുന്നത് വളരെ നല്ല ഒരു കാര്യമല്ലേ. വളരെ നല്ല ഒരു കാര്യമാണ്. പക്ഷെ ദീൻ സ്പ്രെഡ് ചെയ്യല് അതിനേക്കാൾ ഉത്തമമാണ്, അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹ് അതിനേക്കാൾ കൂടുതൽ തൃപ്തി ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ മറന്നു പോകും അല്ലെ. അപ്പം തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ കൂടുതൽ തൃപ്തി, കൂടുതൽ ഇഷ്ടം അതിലേക്ക് ഓടി അടുത്ത് ചിന്തിച്ച് അള്ളാഹ്ക്ക്
ഏറ്റവും അള്ളാഹിനെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നന്മ ചെയ്യുന്നതിനും പല 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 ലെവലുകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം തഖ്വ എന്ന് പറയുമ്പം അള്ളാഹിനെ കുറിച്ചുള്ള ബോധം, കോൺഷ്യസ്നെസ് ഉണ്ടാവുക, ഭയം ഉണ്ടാവുക, ഏറ്റവും ബെസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഗുഡ് ഉണ്ടാവുമ്പം അതിനകത്ത് ബെസ്റ്റ് എന്താണെന്ന് ചൂസ് ചെയ്യുക. അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചൂസ് ചെയ്യുക. അത് ചെയ്യലാണ് തഖ്വ അല്ലെ. അപ്പം ഈ പറഞ്ഞ അള്ളാഹ് നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ, കുറച്ചും കൂടെ, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള എല്ലാത്തിനേക്കാളും ഉത്തമമായതെന്ന് പറയുമ്പോൾ അള്ളാഹ് ഒരു പ്രത്യേക കൂട്ടം ആളുകളെ തെരഞ്ഞെടുത്തിട്ട് പറയണ ലില്ലദീന തഖൗ അല്ലേ. തഖ്വയുള്ള ആളുകൾക്ക് അവർക്ക് എന്തുണ്ട്? ഇൻദ റബ്ബിഹിം, അവരുടെ നാഥന്റെ അടുക്കല്, റബ്ബിന്റെ അടുക്കല്, ജന്നാത്ത്, സ്വർഗങ്ങൾ, തോട്ടങ്ങൾ ഉണ്ട്. ജന്നാത്ത് എന്ന് പറഞ്ഞാല് ജന്നയുടെ പ്ലൂറലാണ്. ജന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം തോട്ടം എന്നാണ് അർത്ഥം. ഇവിടെ ജന്നാത്താണ് ഉപയോഗിക്കുന്നത്. അപ്പം ജന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർഗത്തിന്റെ ഒരു പേര് എന്നതിന് പുറമെ ജന്ന എന്ന് പറയുന്ന വാക്കിന് സ്വർഗത്തിലെ തോട്ടങ്ങൾക്കും ജന്ന എന്ന് ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ പൊതുവെ സ്വർഗത്തിന് പകരം ജന്ന എന്ന് പറയാറുണ്ട്. എന്നാൽ സ്വർഗത്തിലെ തോട്ടങ്ങൾക്കും ജന്ന എന്ന് പറയും. അപ്പൊ ജന്നാത്ത് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ തോട്ടങ്ങൾ, കുറെ തോട്ടങ്ങൾ അല്ലെ. അതേപോലെ സ്വർഗത്തിന്റെ ഡിഫറെന്റ് ലെവലുകൾക്കും ജന്ന എന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം തഖ്വയുള്ള ആളുകൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ എന്തുണ്ട്? ജന്നാത്ത് ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാനെ ഭയപ്പെട്ട് അള്ളാഹ് ഈ കൊടുത്ത കാര്യങ്ങൾ അല്ലെ, ഹബ്ബു ഷഹവാത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് അതിനെ റൈറ്റ്, ശരിയായ രീതിയിൽ ഉപയോഗിച്ച്, നിയമപരമായ ഹലാലായ രീതിയിൽ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ച് സ്വർഗം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? അള്ളഹാനോടുള്ള അടുപ്പം അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് നമുക്ക് ദുനിയാവിൽ തന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അള്ളഹാനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. എല്ലാം എല്ലാം നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കരുതുന്നത് എല്ലാം ഉപയോഗിച്ച് അള്ളാഹിന്റെ അടുത്ത് അടുക്കാനുള്ളതാണ്. നമ്മളെ തീരുമാനമാണ് അത് അങ്ങനെ വേണോ, അത് ഉപയോഗിച്ച് അള്ളഹാനോട് അടുക്കണോ, അതോ അത് ഉപയോഗിച്ച് അള്ളാഹുവിൽ നിന്ന് അകലണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പം തഖ്വയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ഓരോ കാര്യത്തിലും അല്ലെ, കുടുംബത്തിന് നോക്കൽ ശരി എന്താണ്, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോൾ അതും എന്താണ്, എക്സസ് ആയി പോകുമ്പം എന്താവും? അള്ളാഹിന്റെ തൃപ്തിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന ചിന്തിക്കുന്ന ആ ലെവലിലുള്ള തഖ്വ നമ്മൾ ഓരോ കാര്യത്തിലും അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹിനോട് കൂടുതൽ അടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ഇൻദ റബ്ബിഹിം ജന്നാത്ത് നമുക്ക് നേടിത്തരുന്നത്. അള്ളാഹിന്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തിട്ടുള്ള ജന്നാത്ത് എന്ന് പറയുമ്പം അത് ഏതാണ്? അള്ളാഹിന്റെ അർശിനോട് ഏറ്റവും അടുത്തിട്ടുള്ളത്, അള്ളാഹിന്റെ അർശിന്റെ താഴെയുള്ള ജന്നാത്ത് എന്ന് പറയുന്നത് എന്താണ്? ജന്നാത്തുൽ ഫിർദൗസ്. അതും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ജന്നത്തല്ല, ഒരുപാട് ജന്നത്തുകളെ, ഒരുപാട് തോട്ടങ്ങള്. നമുക്കറിയാം സ്വർഗത്തിന് പല പല ലെവലുകളുണ്ട്. ആണല്ലോ, ഇത് പല ഹദീസുകളിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. സ്വർഗത്തിന് 100 ലെവലുകളുണ്ട് എന്ന് പറഞ്ഞ അതിൽ ഓരോ ലെവലുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 വർഷത്തിന്റെ വഴിദൂരമാണ്. ഇനി 500 വർഷത്തിന്റെ വഴിദൂരമാണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകളും ഉണ്ട്. ഓക്കെ, അപ്പം ഓരോ രണ്ട് തോട്ടങ്ങൾ അല്ലെങ്കിൽ ഓരോ രണ്ട് ലെവലുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 വർഷം. അപ്പൊ എത്ര വിശാലമായിരിക്കും അത്. അപ്പം ഇൻദ റബ്ബിഹിം ജന്നാത്ത് എന്ന് പറയുമ്പോൾ അതെന്താണ്? ജന്നാത്തുൽ ഫിർദൗസ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങൾ ചോദിക്കുമ്പോൾ ഫിർദൗസിന് വേണ്ടി തന്നെ ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. അവര് അള്ളാഹുടെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. ഇനി മറ്റൊരു ഹദീസിനകത്ത് നമ്മൾ ഇപ്രകാരം പഠിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ അല്ലെ, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഖുർആനിനോട് കൂടുതൽ അടുത്ത് ഖുർആനിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന, ഖുർആൻ പാരായണത്തിൽ മുഴുകുന്ന ആളുകൾ, അവരെടുത്ത് സ്വർഗത്തിൽ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ത്? നിങ്ങൾ ഓതുക അല്ലെ, ഓതി കയറി പോകുക. സുബ്ഹാനല്ലാഹ്. ഇഹലോകത്ത് വെച്ച് എത്രത്തോളം നമ്മൾ ഖുർആനുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചോ അത്രത്തോളം നിങ്ങൾ ഓതി ആ ഒരു ലെവലിലേക്ക് അല്ലെ നിങ്ങളുടെ റാങ്കുകൾ ഉയർന്നുയർന്നു പോവാൻ. നിങ്ങൾ ദുനിയാവിൽ എങ്ങനെ ഖുർആൻ ഓതിയോ, അപ്പോൾ നിങ്ങൾ എവിടെയാണോ, ഏതാണോ നിങ്ങൾ പാരായണം ചെയ്ത ലാസ്റ്റ് ആയത്ത്, അതായിരിക്കും നിങ്ങളുടെ റാങ്ക്. ഏതാണോ നിങ്ങൾ പാരായണം ചെയ്ത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആയത്ത്, അതായിരിക്കും നിങ്ങളുടെ റാങ്ക് അവിടെ. അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്, സ്വർഗത്തിന്റെ ലെവലുകളുടെ എണ്ണം എന്ന് പറയുന്നത്
ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം ആണ്. ഇത് ഹദീസ് അല്ല കേട്ടോ, ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ അൽ ഖത്താബി അദ്ദേഹത്തിന്റെ മആലിം അൽ സുനനിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഡിഗ്രികൾ അല്ലെങ്കിൽ ലെവലുകൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പാരായണക്കാരനോട് പറയപ്പെടും, നീ നീ ഓതിയതിനനുസരിച്ച്, ഓക്കെ, നീ ഭൂമിയിൽ വെച്ച് ഖുർആൻ എത്ര പാരായണം ചെയ്തിരുന്നോ അതിനനുസരിച്ച് നീ ഇങ്ങനെ ഉയർന്നുയർന്ന് പോവാ. അവർ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത് അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കിയവന് ഏറ്റവും ഹയസ്റ്റ് ലെവൽ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും നമ്മൾ ഇതിന്റെ ആ ഒരു വളരെ വേർഡ് ലെവൽ മീനിങ് എടുത്ത് അങ്ങോട്ട് പോവാറുണ്ട് അല്ലെ. ഖുർആൻ ഓതിയതിനനുസരിച്ച് ഉയർന്നുയർന്ന് പോകുന്നു പറയുമ്പോൾ ഏകദേശം നമുക്ക് നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ ആ കൂട്ടത്തിൽ പെടുത്താം അല്ലെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ വെറും ഓതി തീർക്കാനുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കിയവരാണ് അല്ലെ. അപ്പൊ ഖുർആനിൽ നിന്ന് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നോ അത്രത്തോളം നമ്മളുടെ ലെവലുകൾ ദർജകൾ ഉയർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഖുർആൻ മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയിട്ട് ഖുർആൻ പാരായണം ചെയ്യാതിരുന്നാൽ അത് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും അല്ലെ, നമ്മൾ ഹഖ തിലാവത്തിഹിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. ഖുർആൻ പാരായണവും നമ്മൾ അത്രയും വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കണം. അതിന്റെ കൂടെ നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഏതിലാണോ നമ്മൾ ജീവിതം അവസാനിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. സുബ്ഹാനല്ലാഹ്. എത്ര ആയത്തുകൾ അല്ലെ നമ്മൾ പഠിച്ചു, എത്ര ആയത്തുകൾ മനസ്സിലാക്കി, എത്ര ആയത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, എവിടെ നമ്മൾ നിർത്തിയോ അവിടെയായിരിക്കും നമ്മളുടെ ലെവല്. സുബ്ഹാനല്ലാഹ്. ഇനി ജന്ന, സ്വർഗത്തിന് തോട്ടം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ആളുകളല്ലേ പല രീതിയിൽ ചോദ്യം ചെയ്യുന്ന ആളുകൾ പല രീതിയിലും ചോദിക്കും, ജന്നത്തോ എന്തിനപ്പൊ ഒരു തോട്ടം, എന്തിനപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ എന്താ ചെയ്യാ അല്ലെ. ഒരു മാളിലൊക്കെ പോവാണെങ്കിൽ പിന്നെ തോട്ടം കിട്ടിയിട്ട് എന്താ. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ പോലെ അത്ര ഇമ്പോർട്ടന്റ് ആണോ? കാരണം ഈ തോട്ടം എന്ന് പറയുന്നത്, ഈ ജന്ന എന്ന് പറയുന്നത് ഇവിടുത്തെ ജന്നല്ല, ഇവിടുത്തെ തോട്ടമല്ല, ദുന്യാവിലെ തോട്ടമല്ല, പകരം ഇത് പരലോകത്തെ തോട്ടമാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഫുസ്സിലാത്തില് ആയ നമ്പർ 31 പറയുന്നുണ്ട്, വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്ക് അവിടെ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും. അതാണ് അവിടുത്തെ തോട്ടം അല്ലെ. എന്തും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഇഷ്ടപ്പെടുന്നത് എന്തും സുബ്ഹാനല്ലാഹ് അത് സ്വർഗത്തിലുണ്ടാവും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടങ്ങളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് ആരെങ്കിലും ഭൂമിയിൽ ആഗ്രഹിച്ചതെല്ലാം ഉണ്ടായിട്ട് ജീവിക്കുന്നുണ്ടോ? എല്ലാം അല്ലെ, ആഗ്രഹിച്ചതെല്ലാം കിട്ടിയ ജീവിതം ഭൂമിയിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഈവൻ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ സുബ്ഹാനല്ലാഹ് അതിന് സുബ്ഹാനല്ലാഹ്. അപ്പൊ അതെല്ലാം കിട്ടുന്ന ആ ഒരു സ്വർഗ്ഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് അല്ലെ. എന്നാൽ നമ്മളോ പലപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അനുസരിക്കാതിരിക്കുന്നത് നമുക്ക് എല്ലാം പോയിട്ട് അതിന്റെ 100% പോലും തരാൻ പറ്റാത്ത പലർക്കും വേണ്ടിയിട്ടായിരിക്കും അല്ലെ. മൂപ്പർക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി എന്താ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്? എന്തും തരുന്നു പറഞ്ഞ റബ്ബിന്റെ സ്വർഗത്തിന് അല്ലെ. എന്തുകൊണ്ടത്? ഈമാന്റെ കുറവ് അല്ലെ. കാരണം നമുക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഭൂമിയിൽ നമ്മൾ എന്തും ത്യജിക്കാൻ തയ്യാറാവില്ലേ. ഏത് മനുഷ്യനാണ് അവൻ ആഗ്രഹമുള്ളത് എല്ലാം ഉള്ള ജീവിതം ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത്? ആരാ ആഗ്രഹിക്കാത്തത് അല്ലെ. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കുറെ അധ്വാനിക്കുന്ന സമയത്ത് നമ്മൾ റബ്ബെ ഒന്നും തലയിൽ കയറ്റാതെ ഒന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിച്ചിട്ടില്ലേ അല്ലെ. ഒരു ഭാരവും ഇല്ലാണ്ട് ഒരു പണിയെടുക്കാണ്ട്. അപ്പം ഇതൊക്കെയും വാഗ്ദാനം ചെയ്യുന്ന സ്വർഗം നമ്മൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാ ത്യജിക്കുന്നത്? വളരെ എന്താ പറയാ ബ്രോക്കൺ ആയ ഒന്നും അല്ലെ, ഒന്നും ഭൂമിയിലുള്ളത് ഒന്നും കംപ്ലീറ്റ് അല്ല, അങ്ങനെയുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ത്യജിക്കുന്നത് അല്ലെ. എവിടെയോ നമ്മുടെ ഈമാന്റെ കുറവ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെല്ലാം ഗൈബായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആ ഒരു ഈമാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് തരട്ടെ. ആമീൻ. സൂറത്ത് ആലി ഇമ്രാനിൽ തന്നെ 133 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. എന്താണ്? നിങ്ങൾ ഓടല്ലേ, സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്,
എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ജന്നത്തിന് വേണ്ടിയിട്ട്. എന്ത് ജന്നയാണത്? അർദുഹസ്സമാവാതു വൽ അർദ്. നമ്മൾ ഈ ചോദിച്ച പോലെ എന്ത് തോട്ടം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടം എന്ത് തോട്ടാണ്? അർദുഹസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണ് അല്ലെ. നമ്മൾ ഈ ഭൂമിയിൽ ഒരു സെന്റ് വാങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ എണ്ണിക്കൊടുക്കണം അല്ലെ. അപ്പൊ അത്രയും വിശാലമായത് അള്ളാഹു നമുക്ക് തരാന്ന് പറഞ്ഞ അത് വളരെ നിസ്സാരാന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത്രയും വലിയൊരു പ്രോപ്പർട്ടി അല്ലെ. ആകാശത്തിനോളം ഭൂമിയോളം വിശാലമായത്. ഇത് ആർക്ക് വേണ്ടി ഒരുക്കി വെച്ചെന്ന് പറഞ്ഞ ഉഇദ്ദത്തിൽ മുത്തഖീൻ. എന്നാലും നമ്മൾ മുത്തഖീങ്ങളാവാൻ തയ്യാറില്ല അല്ലെ. അള്ളാഹിന്റെ കൽപ്പനകളെ അനുസരണക്കേട് കാണിക്കാനാണ് നമുക്കൊക്കെ ഇപ്പോഴും ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിനെ കുറിച്ച് ബോധത്തോടു കൂടി ഭയത്തോടു കൂടി ഷഹവാത്തുകളില് പെട്ടുപോവാതെ അല്ലെ, ഷഹവാത്തുകളിൽ ഗെറ്റ് ലോസ്റ്റ് ആയി പോവാതെ അത് ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്നവർക്കാണ് എന്തുള്ളത്? പരലോകത്ത് ഈ പറഞ്ഞ ജന്ന ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാര്യം പറയുമ്പം പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തില് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ നമ്മളുടെ ഷഹവാത്തുകൾ അല്ലെ. നമ്മളുടെ കുടുംബം, വീട്, നമ്മളുടെ സമ്പത്ത്, കുട്ടികള്, അങ്ങനെ പല പല കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇതിനകത്ത് ഞാൻ ശരിക്കും ഗെറ്റ് ലോസ്റ്റ് ആവുകയാണോ അതോ അത് ഉപയോഗിച്ച് ഞാൻ പരലോകം ഉണ്ടാക്കുകയാണോ എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യും. ഞാനത് കുടുംബത്തിന് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ, നമ്മളെ നീയത്ത് അതല്ലേ എന്ന് നമ്മൾ. അപ്പൊ പലപ്പോഴും നമുക്ക് ഈ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. അതായത് അതിൽ നമ്മൾ പെട്ടുപോയതാണോ അതോ അത് ഉപയോഗിച്ച് നമ്മൾ സ്വർഗം പരലോകം ഉണ്ടാക്കുകയാണോ എന്ന് ആ ഒരു ഫൈൻ ലൈൻ നമ്മൾ ഓരോരുത്തരുടെയും ഷഹവാത്ത് എന്താണോ അപ്പൊ നമുക്ക് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. എങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് ചിന്തിച്ചു നോക്കുക. അത് ഈ പറഞ്ഞ എന്താണെങ്കിലും ഓരോരുത്തരും അവനവന്റെ ഏറ്റവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഷഹവാത്തുകളെ കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടുപോണ കാര്യം എന്താണെന്ന്. അതിൽ നിന്ന് നമുക്കിപ്പം എന്തൊരു കാര്യമാണെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആവുമ്പം അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റാതിരിക്കുക. അതായത് അള്ളാഹുവിന് തൃപ്തിയുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ബാധ്യതകൾ നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് ചെയ്ത് തീർക്കാനുള്ള ബാധ്യതകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മളുടെ ഷഹവാത്തുകൾ എന്തെന്നെ ആയിക്കോട്ടെ, അതൊരു വീട് ഷഹവാത്തായിട്ടുള്ള ആൾക്കാരുടെ വീട് ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് മക്കള് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കുതിര അല്ലെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള എന്തൊരു കാര്യമാണെങ്കിലും അതിനകത്ത് നമ്മൾ ഇൻഡൾജ്ഡ് ആവുമ്പോൾ അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആവുമ്പോൾ അത് നിർത്തിയിട്ട് ഈസി ആയിട്ട് നമുക്ക് തിരിച്ച് അള്ളാഹുവിന്റെ ബാധ്യതകളിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതൊന്നുമല്ല നമ്മുടെ നഫ്സിന്റെ ഷഹവാത്തുകൾ ഉണ്ട് കേട്ടോ. അത് ഏകദേശം എല്ലാവരും പെട്ടുകിടക്കുന്ന പല ഷഹവാത്തുകളും നഫ്സിൻ്റെത് തന്നെയുണ്ട്. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന പ്രൊവിഷനാണ് ഇത് ഓരോന്നും അല്ലെ. ഇതിൽ പെട്ടിട്ട് നമുക്ക് അതിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞ അള്ളാഹിന്റെ കൽപ്പനകളിലേക്ക് എത്താൻ നമുക്ക് പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിൽ അല്ലെ ഷഹവാത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഉപയോഗിച്ച് പരലോകം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഒരുപക്ഷെ അതിന്റെ ആദ്യത്തെ പടി രണ്ടാമത്തെ പടിയിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടാവും, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതേപോലെ തിരിച്ചും, അതായത് നമുക്ക് എന്തെങ്കിലും അള്ളാഹിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ നമസ്കാരം ആയിക്കോട്ടെ, നമ്മുടെ ഖുർആനോത്തുകളായിക്കോട്ടെ, എന്തെന്നെ ആയിക്കോട്ടെ, അള്ളാഹിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പറഞ്ഞ നമ്മുടെ ഷഹവാത്തുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അഗെയിൻ അതെന്തോ ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, കാറായിക്കോട്ടെ, എന്ത് ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞ എന്തും അതിനപ്പുറത്തേക്കുള്ളത് എന്തും, സ്വത്ത് എന്തായിക്കോട്ടെ, നമുക്ക് അള്ളാഹിന്റെ ബാധ്യതകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് ഒരു പരിധിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ച് ചെല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷഹവാത്ത് അതെന്താവും ഇതെന്താവും, അത് ഞാൻ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ, ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതാവില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും അതിനകത്ത് തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പകരം ഇതിന് രണ്ടിന്റെ ഇടയിൽ ഒരു ബാലൻസ് ഉണ്ടല്ലേ. യെസ്, നമ്മൾ കുടുംബമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വീടാണെങ്കിലും മക്കളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും സ്വത്താണെങ്കിലും എന്ത് തന്നെ കാര്യമാണെങ്കിലും ഇത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോഡറേഷൻ ലെവലിൽ ഉപയോഗിക്കുകയാണ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ബാക്ക് ചെയ്യാൻ പറ്റും. എന്തിലേക്ക്? അള്ളാഹിന്റെ കാര്യങ്ങളിലേക്ക് എനിക്ക് ഓടി അടുക്കാൻ പറ്റും. എന്റെ ഹൃദയത്തോടു കൂടി എന്റെ പ്രവൃത്തിയോടു കൂടി എനിക്ക് അതിലേക്ക് മടങ്ങാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇത് രണ്ടിനെയും നമുക്ക് ഈക്വൽ ആയിട്ട് ബാലൻസ്, പെർഫെക്റ്റ് ഈക്വൽ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ സഹജമായിട്ട് നമുക്ക് പറ്റൂല. എന്നാലും ഒരു പരിധി വരെ നമുക്ക് രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് നമ്മുടെ ഹൃദയത്തിനെയും പ്രവർത്തനങ്ങളെയും സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന്റെ ആദ്യത്തെ രണ്ടാമത്തെ പടികളിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാം.
ഓക്കെ. അപ്പം ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെയും ഈ ഹുബ് ഷഹവാത്തിൽ പെട്ട് കിടന്നാലും നമ്മൾ ന്യായീകരിക്കാറുണ്ട്. അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലേ? കുടുംബത്തിന് സമയം സ്പെൻഡ് ചെയ്യുന്നത്, വീട് വൃത്തിയാക്കൽ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വൃത്തി ഇഷ്ടമല്ലേ, അല്ലെ? അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കൽ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച് ഹലാലമായ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ? പക്ഷെ അതിനകത്ത് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ തന്നെ ചോദ്യം ചെയ്യാം. ഇത് കഴിഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് അള്ളാന്റെ ഒബ്ലിഗേഷൻസിലേക്ക്, ബാധ്യതകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതേപോലെ അള്ളാഹിനോട് ചെയ്യുന്ന ബാധ്യതകൾ, അള്ളാഹ്ക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഈ പറഞ്ഞ ഷഹവാത്തുകളൊക്കെ ആണോ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ മാറാനുണ്ട്. റബ്ബ് നമ്മളെ എല്ലാവരെയും, നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ പല ലെവലുകളിൽ പല കാര്യങ്ങളിലായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെ? റബ്ബ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ തന്നെ എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുള്ളൂ. കാരണം നമ്മൾ അത്രയ്ക്ക് ഈ ദുനിയാവിൻ്റെതായ കെട്ടുപിടഞ്ഞ കാര്യങ്ങളിൽ പെട്ടിരിക്കുകയാണ്. എത്ര തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും നമ്മളുടെയൊക്കെ ഹൃദയങ്ങൾ ഇവിടെ അറ്റാച്ച്ഡ് ആണ്. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ. ഇനി ഈ പറഞ്ഞ സ്വർഗത്തിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിനെ കുറിച്ച് പല ആയത്തുകളിലും പല ഹദീസുകളിലും ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. 2 സ്വർഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെ? അതായത് അതിന് ഒന്നിലെ പാത്രങ്ങൾ മുഴുവനും സിൽവർ കൊണ്ട്, വെള്ളി കൊണ്ടും, വേറെ 2 മുഴുവനും പാത്രങ്ങളും അതിനകത്തുള്ള കാര്യങ്ങളും മൊത്തം ഗോൾഡ് കൊണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഭൂമിയിൽ പല കാര്യങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, അല്ലെ, നമ്മൾ തീമുകൾ കാണാറുണ്ട്. ഓരോ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കളറിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഒക്കെ വരുമ്പോഴാണ്, അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ച് കല്യാണത്തിന്റെ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അത് ഈ തീമിൽ ഡ്രസ്സും കാര്യങ്ങളും, അതൊക്കെ എന്താ, അതൊരു എക്സ്ട്രാ വേഗൻസിന്റെ ലക്ഷണമാണ്, അല്ലെ? അത് ഒരുപാട് പൈസ ചെലവാക്കിയ പോഷാക്കുന്നതിന്റെ ലക്ഷണമാണ് ഇതുപോലെ ഒരു പ്രത്യേക തീമിലും സ്റ്റൈലിലും ഒക്കെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാന്നുള്ളത്, അല്ലെ? പിങ്ക് ആണെങ്കിൽ എല്ലാം പിങ്ക്. ഇപ്പത്തെ പല പല ആഘോഷങ്ങളുണ്ടല്ലോ, അല്ലെ? ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പിങ്കിലാക്കാന്നൊക്കെ പറയുന്നത് എന്തിന്റെ ലക്ഷണമാണ്? അതൊക്കെ ഒരു ലാവിഷ്നെസിന്റെ, എക്സ്ട്രാ വേഗൻസിന്റെ ലക്ഷണമാണ്, അല്ലെ? അതുപോലെ സ്വർഗത്തിൽ നിങ്ങൾ തീം ബേസ്ഡ് ജന്നകളുണ്ട്. സുബ്ഹാനല്ലാഹ്. സിൽവർ കൊണ്ടുള്ള, എല്ലാം സിൽവർ കൊണ്ട്, പാത്രങ്ങളും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ സ്വർണം കൊണ്ടുള്ള. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ ഭൂമിയിൽ ചില സ്ഥലങ്ങൾ വെള്ളം ആയിരിക്കും തീമിലെ, അവിടെ ഫൗണ്ടൻ, അതിലെ വെള്ളം ഒഴുകുന്നുണ്ടാവും, ഇതിലെ വെള്ളം ഒഴുകുന്നുണ്ടാവും. അല്ലെങ്കിൽ വുഡൻ വർക്കുകൾ, അല്ലെങ്കിൽ പല ഫാബ്രിക്കുകൾ, അങ്ങനെ ഈ ഭൂമിയിൽ നമ്മളെ ലാവിഷ്നെസ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അല്ലെ, അത് നമ്മൾ ഒരു കണ്ണും കാണാത്ത രീതിയിൽ, ഒരു കാതും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അത് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു സുബ്ഹാനല്ലാഹ് ഭംഗിയിലെ. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു പിക്ചേഴ്സും, നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അതിനൊക്കൂല. സുബ്ഹാനല്ലാഹ്. ആൻഡ് അങ്ങനെയുള്ള ആ ഒരു സ്വർഗത്തില് സുബ്ഹാനല്ലാഹ് അതിന്റെ അന്തേവാസികൾക്ക് അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. എക്സെപ്റ്റ് റിദാ ഉൽ കിബർ, അള്ളാഹുവിന്റെ ആ ഒരു കിബറിന്റെ, അള്ളാഹുവിന്റെ ആ ഒരു മഹത്വത്തിന്റെ ആ ഒരു വെയില് മറയല്ലാതെ വേറെ ഒന്നും അള്ളാഹിന്റെ മുഖത്തിനെ കാണുന്ന ആ ഒരു ഇതിൽ നിന്ന് അവരെ തടയൂല എന്നാ പറയുന്നത്. ഇതിലും വലിയ ഭാഗ്യം വേറെന്താണല്ലേ അവിടെ ചെന്നിട്ടുണ്ടാകാനുള്ളത്? ഇത്രയൊക്കെ ഉറപ്പ് തരുന്ന റബ്ബിന് നമ്മൾ ഇവിടുന്നും കൊടുക്കുന്നത് എന്താ? നമ്മളിലെ പലപ്പോഴും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടോ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെ, നമ്മളിങ്ങനെ ഒരു കാരണം കണ്ടെത്താണ്. യെസ്, അതും തന്നെയാണ്, ഞാൻ നന്മ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കാരണം കണ്ടെത്തുമ്പോഴും അള്ളാഹ്ക്ക് അതിനേക്കാൾ തൃപ്തിയുള്ള വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഭൂമിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴും, അല്ലെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതുപോലെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് വളരെ മിനിമം കാര്യങ്ങൾ തരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യം ഉറപ്പാക്കുന്ന റബ്ബിന്റെ എന്തെല്ലാമാണ് നമ്മൾ ഓരോരുത്തരും സാക്രിഫൈസ് ചെയ്യുന്നത്. ഭൂമിയിൽ നമുക്ക് ആർക്ക് എന്ത് തരാൻ പറ്റും? ഒന്നും തരാൻ പറ്റില്ല. ഭൂമിയിൽ ഇനി എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതും റബ്ബാണ് അവരിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇതിനൊന്നും അർത്ഥം ആരും കുടുംബത്തിനെ നോക്കണ്ട, കുട്ടികളെ നോക്കണ്ട, മാപ്പിളിനെ നോക്കണ്ട എന്നല്ല കേട്ടോ. അത് അതിനകത്തേക്ക് പെട്ടു പോകണ്ടെന്നേ പറയുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളെ ഒന്നും നമ്മൾ നോക്കണ്ട. അത് ഏത് ലെവലിലാണെങ്കിലും അള്ളാഹിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അനുസരിക്കാൻ ഇഷ്ടപ്പെടാൻ ഒന്നും ഭൂമിയിൽ വേർത്തല്ല. അത് തൗഹീദിന് തന്നെ എതിരാണ്. അള്ളാഹിന്റെ തൃപ്തിയോടുകൂടി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യുമ്പോഴും അവിടെയും ഒരു ലിമിറ്റിനപ്പുറവും ആയി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്. വേറൊരു ഹദീസിനകത്ത്
സ്വർഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു മരം ഉണ്ടല്ലേ, ഇന്ന ഫീൽ ജന്നതി ലശജറതൈൻ യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. സുബ്ഹാനല്ലാഹ് അല്ലേ. അതിന്റെ തണൽ എന്ന് പറയുന്നത് എന്താണ്? 100 വർഷമാണ്. നമുക്കിതൊന്നും ഇപ്പം വലിയ സംഭവമായിട്ട് തോന്നൂലല്ലേ. ഒറ്റ കാര്യം ഒന്ന് ആലോചിച്ചോക്ക്, നമ്മൾ നല്ല വെയിലത്ത് നടക്കുകയാണ്, അപ്പോഴാണ് നല്ല പടർന്ന പന്തലിച്ച ഒരു മരം കിട്ടുന്നത്. ഓക്കെ, അതിന്റെ താഴെ കൂടെ നടക്കുമ്പോൾ തൽക്കാലം നമുക്കൊരു ആശ്വാസം കിട്ടാനുണ്ട് അല്ലെ. ആ തണൽ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു മരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മരത്തിന് കുറച്ച് ചില്ലകളും കൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെ. അപ്പൊ ആ ഒരു സുഖം, ആ അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പം ആ തണലിന് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. എന്ത് നമ്മൾ പറയാനല്ലേ, കണ്ണില്ലാണ്ടാവുമ്പോഴേ കണ്ണിന്റെ വില അറിയുന്നു. നമുക്ക് ഒന്നിന്റെയും വില അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് അല്ലേ, മരവും കുറെ 500 വർഷത്തിന്റെ തണലും, എന്തപ്പോ ഇത്, സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെയൊക്കെ വാല്യൂ എന്താണെന്ന് നമ്മൾ അറിയുമ്പം, അത്രയും വലിയ മരം സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പം സ്വർഗത്തിന്റെ വലിപ്പം എന്തായിരിക്കും, അതിന്റെ റിച്ച്നെസ് എന്തായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഭൂമിയിൽ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു മരം? പോട്ടെ, ഒരു നല്ല അത്യാവശ്യത്തിന് ഒരു നാട്ടിലേക്ക് തണൽ കൊടുക്കുന്ന മരം പറ്റുമോ? ഇല്ലല്ലേ. ഇനി അഥവാ ഒരു മരം പടർന്ന് പന്തലിക്കുമ്പോഴേക്ക് റോഡ് സൈഡ് വീതി കൂട്ടുന്ന പേരും പറഞ്ഞാൽ അത് വന്ന് അവർ വെട്ടിക്കളയും. എന്നിട്ട് നമുക്ക് ആ പറഞ്ഞ സ്വർഗത്തിന് യാതൊരു വാല്യൂ ഇല്ല. ഇനി വേറൊരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സ്വർഗം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ബ്രിക്കുകൾ കൊണ്ട്, കട്ടകൾ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ വീടെടുക്കുന്ന ആൾക്കാർക്ക് അറിയാലേ, ചെങ്കല്ലിന്റെ ഒരു ബ്രിക്കിന്റെ വില എത്രയാ ഉയർന്നുകൊണ്ട് പോണേ, എത്രയാ കൂടിക്കൊണ്ടിരിക്കുന്നല്ലേ. അതിന്റെ ഒന്ന് എണ്ണ ഒപ്പിക്കാനും ഈ വീട് പണിയുന്ന വീട്ടുകാരൻ കിടന്ന് പാടുന്ന പെടാപ്പാട് എന്താന്ന് നമുക്കറിയാലേ. എന്നാലും ഈ സ്വർണത്തിന്റെയും വെള്ളിന്റെയും ബ്രിക്ക് എന്നൊന്നും കേട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും പ്രത്യേകിച്ച് തോന്നാറില്ല. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ ഓരോ ബിൽഡിങ്ങുകളും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ബ്രിക്കുകളാന്നാ പറയുന്നത്. അതെത്ര റിച്ച് ആയിരിക്കും അതല്ലേ. സുബ്ഹാനല്ലാഹ്. അതിന്റെ പെബിൾസ്, അതിന്റെ കല്ലുകൾ, നിലത്ത് കിടക്കുന്ന കല്ലുകൾ പേളിന്റെ, റൂബിയുടെയും അതായത് മാണിക്യത്തിന്റെയും പേളിന്റെ ആയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു പേള് വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു പേളിന്റെ മാല ഹൈദരാബാദിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര പൈസ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ലാവിഷായിട്ട് കിടക്കുകയാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മണ്ണ് എന്താണ്? സാഫ്രൺ ആണ്, കുങ്കുമത്തിന്റെ. അത് മണമുള്ള മണ്ണ്, നല്ല സ്മെല്ലുള്ള മണ്ണ്. പക്ഷെ നമുക്ക് എന്തപ്പോ ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം അല്ലേ. നമുക്ക് ഇവിടെ ഭൂമിയിൽ കുറച്ച് അള്ളാഹിനോട് അനുസരണക്കേടൊക്കെ കാണിക്കുമ്പോ കിട്ടുന്ന എന്തെല്ലാം സുഖങ്ങളുണ്ട് അല്ലെ. അതൊക്കെ മതി നമുക്കല്ലേ. ആണല്ലോ. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഭൂമിയിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ അള്ളാഹിനോട് അനുസരണക്കേട് കാണിച്ചിട്ട് ഏതറ്റം വരെ നമ്മൾ പോവില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഭൂമിയിലെ ഷഹവാത്തുകളുടെ പിന്നാലെ പോകുമ്പോൾ ഓരോരുത്തരും അവനവന്റെ ഷഹവാത്തുകളെ വെച്ച് ചിന്തിക്കട്ടെ. വേറെ ഒരാളെ കുറിച്ച് നമ്മളിപ്പോ ചിന്തിക്കണ്ട. ഞാനും നിങ്ങളും, ഈ പറയുന്ന ഞാനും എന്റെ ഷഹവാത്തുകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എത്രത്തോളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലെ ഷഹവാത്തുകളിൽ പെടുമ്പോൾ വളരെ നൈമിഷികമായിട്ടുള്ള അല്ലെ. നമ്മള് ഇപ്പൊ സുബ്ഹാനല്ലാഹ് മരണ വാർത്ത, അത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ പോയവരുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല കൽപ്പനകളെയും നമ്മൾ മറന്നു കളയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് ഭൂമിയിൽ എല്ലാ സുഖങ്ങളും ഉണ്ടെന്ന് തന്നെ വെക്കുക അല്ലെ. ഒരു ചെറിയ തലവേദന ഉണ്ടായാൽ മതി അല്ലെ. എത്ര മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ നമ്മളെ മൂടിയാലും അവരെ സംസാരം പോലും നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലെ. ഒരു തലവേദന ഉണ്ടെങ്കിൽ ഓ എന്നെ ശല്യപ്പെടുത്താതെ മാറി നിൽക്കുക നമുക്ക് പറയാൻ തോന്നും. അത്രയേ ഉള്ളൂ ഭൂമിയിലെ എല്ലാ പ്ലഷേഴ്സും. നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പോലും അള്ളാന്റെ തൗഫീഖ് വേണം അല്ലെ. പക്ഷെ സ്വർഗത്തില് എല്ലാം ഉണ്ട്. എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനേക്കാളും അപ്പുറത്തേക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി സ്വർഗത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ട് അല്ലെ. വെള്ളിയാഴ്ചകളില് സുബ്ഹാനല്ലാഹ് ആ ഒരു മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാല് അവിടുന്ന് ഒരു വടക്കൻ കാറ്റ് വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു സ്മെല്ല്, ആ ഒരു ഫ്രാഗ്രൻസ്, അത് നമ്മളെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലൊക്കെ ഇങ്ങനെ തഴുകി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മളെ ഭംഗി എത്രയോ മടങ്ങായിട്ട് കൂടും പോലും. അങ്ങനെ ഓരോ പ്രാവശ്യം ആ മാർക്കറ്റിലേക്ക് പോയി നമ്മൾ തിരിച്ചു വരുമ്പം പഴയതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് വരും. ഈ ദുനിയാവിലെ മാളിലേക്ക് പോണ്ട, നമ്മളൊരു SM സ്ട്രീറ്റ് പോലത്തെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ക്ഷീണിച്ചെടങ്ങേറായി വേർത്ത് കറുത്തിട്ടല്ലേ നമ്മൾ വീട്ടിലേക്ക് എത്തുക. എന്നാലും നമുക്ക് എന്ത് ത്രില്ല അല്ലെ. അവിടെ പോയിട്ട് ഹറാമായ എന്ത് കാര്യത്തിൽ നമ്മൾ പെട്ടുപോയാലും നമുക്കൊരു പ്രശ്നമില്ല.
മാളിലേക്ക് പോയുള്ള കഥ പറയാൻ വേണ്ട. എന്നാലും നമ്മള് അവിടെയൊക്കെയും അല്ലേ ഓരോ കുഞ്ഞു കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അള്ളാഹിന്റെ തൃപ്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഓരോ കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോഴും എന്നാ നമുക്ക് ആ സ്വർഗത്തിലെ വെള്ളിയാഴ്ച മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കടങ്കഥ പഴങ്കഥ കേൾക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടോ അല്ലേ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ നല്ല കാര്യമായിട്ട് ഭയങ്കര ചിലപ്പോൾ സ്വർഗത്തിനെ കുറിച്ച് ഇവിടെ ഓരോരുത്തരടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഹദീസുകളെക്കാളും ഹദീസുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയായിരിക്കും. അതിനെ വളരെ ഹൃദയത്തെ തട്ടി നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ? ഈ പറഞ്ഞ സ്വർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഞാൻ ഈ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ നന്മകൾ ചെയ്യാതിരിക്കുന്നതെന്ന് ഞാനോ നിങ്ങളോ അല്ലെ സംസാരിക്കാൻ നമ്മൾ മണിക്കൂറുകളോളം സംസാരിക്കാൻ തയ്യാറാണ്. ഫീലിങ്സിനെ കുറിച്ചും അറിവിനെ കുറിച്ചും ഒക്കെ അല്ലെ. പ്രവർത്തനത്തിലേക്ക് വരുമ്പോ ഞാനും നിങ്ങളും അള്ളാഹ് പുറത്തു മാപ്പാക്കി തട്ടല്ലേ. അള്ളാഹ് സഹായിക്കട്ടെ. നമ്മൾ അള്ളാഹ് തന്നെ സഹായിക്കണം. അള്ളാഹ് തന്നെ സഹായിച്ചാലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ തഖ്വയുടെ ആളുകൾ, ഈ സ്വർഗം അർഹിക്കുന്ന ആളുകൾ അല്ലെ, നമ്മളെ മുന്നേ പോയവർ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളുടെ എന്തൊരു അംശമാണ് നമ്മൾ ചെയ്യുന്നത്. സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് അല്ലെ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. വിശ്വസിച്ചത് കൊണ്ട് ആയോ? ഇല്ല. ഇനി നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? അതും ഇല്ല. കാരണം വിശ്വാസം ശരിയാണെങ്കിൽ ഈ ഒരൊറ്റ വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ ആയത്ത് മതിയില്ലേ നമുക്ക് ആ സ്വർഗം ആഗ്രഹിക്കാൻ. കാരണം അത് ശരിക്കും ഈ ഒരു മാർക്കറ്റിൽ പോയാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരുന്ന ക്ഷീണം ശരിക്കും അറിയുന്ന ആൾക്കാരാ നമ്മളല്ലേ. നമ്മൾ കാണാനുണ്ടാവില്ല പോയി വന്നു കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച്. അത് മാത്രം അറിഞ്ഞാൽ മതിയാവും അല്ലെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. പക്ഷെ നമ്മളെ വിശ്വാസം ഇപ്പോഴും എവിടെയല്ല. എന്നിട്ടല്ലേ നമ്മൾ സൽക്കർമ്മങ്ങളിലേക്ക് എത്തുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവരാരോ അജ്റമൻ അഹ്സന അമല, അള്ളാഹു അവന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ സ്വർഗാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ അള്ളാഹ് നമുക്ക് തൽക്കാലത്തേക്ക് ഭൂമിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പരലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളില് ഹുബ്ബില് നമ്മൾ പെട്ടുപോയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. വേറെന്താ സ്വർഗത്തിലുള്ളത്? തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴെ എന്തൊഴുകുന്നുണ്ട്? നദികൾ ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹ, അവരതില് നിത്യവാസികളായിരിക്കും അല്ലെ. സ്വർഗത്തിൽ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വിടൂല. സുബ്ഹാനല്ലാഹ്. സ്ഥിരമായിട്ട് അതിനകത്ത് ജീവിക്കുന്നവരായിരിക്കും. ഭൂമിയിൽ അല്ലെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെയും ഒഴിവാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പലതും അല്ലെ, ഒരു വീട് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ലോണിലേക്കൊക്കെ പോയിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കിയ വീടിന്റെ ആയുസ് എത്രയാ? നമ്മളുടെ ആയുസ് തീരുന്നത് വരെ അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് വരെ. ഈ സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോക്കില്ല. അവിടെ ഒറ്റയ്ക്കുമല്ല അല്ലെ, അവിടെ എന്തുണ്ട്? അസ്വാജുൻ, ഇണകളുണ്ട്. എങ്ങനെയുള്ള ഇണകള്? അസ്വാജ് എന്ന് പറയുന്നത് സൗജിന്റെ പ്ലൂരലാണ് കേട്ടോ. മുത്തഹറ, ക്ലീൻ ആയിട്ടുള്ള, പരിശുദ്ധരായിട്ടുള്ളത്. മുത്തഹറ, തൊഹറ നമുക്കറിയാം ക്ലീൻലിനെസ്, വൃത്തി. മുത്തഹറ എന്ന് പറഞ്ഞാൽ അവര് കംപ്ലീറ്റ്ലി ക്ലീൻ ആയിരിക്കും, ശുദ്ധമായതായിരിക്കും. എങ്ങനെയാണ്? ശാരീരികമായ സെൻസിലും, അതായത് നമ്മൾ ടാഞ്ചിബിൾ തൊട്ടറിയാൻ പറ്റുന്ന വൃത്തി എന്ന് പറയുന്നത് അല്ലെ, അവരുടെ ശരീരം ഫുൾ ക്ലീൻ ആയിരിക്കും, നല്ല സ്മെല്ലായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. പ്ലസ് ഇൻടാഞ്ചിബിൾ, നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത ക്ലീൻലിനെസ്. അതെന്തൊക്കെയാണ്? അവരുടെ മനസ്സ് അല്ലെ, അവരുടെ മെന്റാലിറ്റി നല്ലതായിരിക്കും, അവരുടെ ചിന്തകൾ നല്ലതായിരിക്കും, അവരുടെ സംസാരം നല്ലതായിരിക്കും, അവരുടെ മാനർ നല്ലതായിരിക്കും, സ്വഭാവം നല്ലതായിരിക്കും, ഹൃദയം ശുദ്ധമായിരിക്കും, വെറുപ്പുണ്ടാവില്ല, ചീത്ത ഫീലിങ്സ് ഉണ്ടാവില്ല, മറച്ചു വെച്ചിട്ട് രഹസ്യമായിട്ടില്ലേ നമ്മളെ പറ്റിക്കുന്ന ചതിക്കുന്ന ഭൂമിയിൽ പല പല ബന്ധങ്ങളും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഉണ്ടാവില്ല. വെറുപ്പും വിദ്വേഷവും ഒന്നും ഹൃദയത്തിലില്ലാതെ ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഇണകളാണ് അല്ലെ. പുറത്തൊന്ന് കാണിച്ച് അകത്തൊന്ന് കാണിക്കുന്നവരാവില്ല. അസ്വാജും മുത്തഹറ. സ്വർഗത്തിലെ നദികളെ കുറിച്ച് പറയുമ്പോൾ അല്ലെ പലതരം നദികൾ നമ്മൾ മുമ്പ് സൂറത്ത് ബഖറയിലെ ഒരു ആയത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പലതരം നദികൾ അല്ലെ. സ്വർഗത്തിലെ നദികളിൽ നിന്ന് നമുക്ക് കുടിക്കാം, അത്രയും ക്ലീൻ ആണ് അല്ലെ. അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെള്ളം മാത്രമല്ല ഉണ്ടാവാൻ, പാലിന്റെ, തേനിന്റെ അല്ലെ, വൈനിന്റെ ഒക്കെ നദികൾ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അല്ലെ എന്ത് തേന്,
എന്ത് പാല്, നമുക്ക് ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ലല്ലോ അല്ലെ. അതും സ്വർഗത്തിലെ പാലും തേനും എന്നൊക്കെ പറയുമ്പോ ഇവിടുത്തെ പോലെയാണോ? സുബ്ഹാനല്ലാഹ്. ഖാലിദീന ഫീഹ, അവരതില് നിത്യവാസികളായിരിക്കും. മാത്രമല്ല നിത്യവാസികൾ എന്ന് പറയുമ്പം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് എന്താവും, ആരും പ്രായമാവൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഭൂമിയിൽ അല്ലെ, കുട്ടികൾ എവിടെയെങ്കിലും ഒരു പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലെ. കളിച്ചോണ്ടിരിക്കുക, എത്ര ക്ഷീണിച്ചാലും അവർക്ക് കളിച്ച്, എത്ര വിശന്നാലും അവർക്ക് തിരിച്ചു പോകണ്ട. നമ്മളൊക്കെ ഒരു ടൂറൊക്കെ പോയി നല്ല ഒരു ഹോട്ടലിൽ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തൊക്കെ ആണ്, ഒരു റിസോർട്ടിലൊക്കെ ആകുമ്പോൾ വരാൻ ഇഷ്ടം ഉണ്ടാവില്ല. വരല്ലാതെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് വരായിരിക്കും അല്ലെ. ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത്, പക്ഷെ സ്വർഗത്തിൽ അള്ളാഹു ഉറപ്പു തരുന്ന കാര്യം ഖാലിദീന ഫീഹ. എന്നാലും നമുക്ക് അതിനൊരു വാല്യൂ ഇല്ല അല്ലെ. കാരണം നമ്മള് ഈമാൻ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടില്ല ആ കാര്യങ്ങളിലൊന്നും. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലേ, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. ആർക്കും ഒരു മിസറബിൾ സാഡ്നെസ്, അപ്സെറ്റ് ആവുക എന്നുള്ള ഒരു പ്രശ്നമില്ല. ഭൂമിയിൽ ഒരു ഫുൾ ഡേ ഞാൻ ഇന്ന് മുഴുവനും ഒരു തുള്ളി പോലും അപ്സെറ്റ് ആവാത്ത അല്ലെ. നമ്മൾ പലപ്പോഴും അതിനെ ഓവർകം ചെയ്യുന്നുണ്ടാവും ഖുർആൻ കൊണ്ട്, അള്ളാഹിന്റെ അടുത്തുള്ള ദുആ കൊണ്ട് അല്ലെ, അള്ളാഹുവോടുള്ള അടുപ്പം കൊണ്ടും നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടും ഒക്കെ നമ്മൾ ആ പല വിഷമങ്ങളെയും നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരൊറ്റ ദിവസം ഒരു വിഷമവും ഇല്ലാതെ, അറ്റ്ലീസ്റ്റ് ഒരു കാലപ്പേര് ചെറുവിരലിനെങ്കിലും ഒരു വേദനയെങ്കിലും ഇല്ലാതെ കടന്നുപോയ ഒരു ദിവസം നമ്മളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഭൂമിയിൽ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലെ. ഭൂമിയിലെ വിഷമങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. എന്നാൽ അവിടെ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന്, ഒന്ന് അപ്സെറ്റ് ആവില്ല എന്ന്, ഒരു വേദന ഉണ്ടാവില്ല എന്ന്, നമ്മളെ ഡ്രസ്സ് മുഷിഞ്ഞു പോവില്ല എന്ന്, നമുക്ക് പ്രായമാവൂല എന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ എത്രത്തോളം കോൺഷ്യസ് അല്ലെ നമ്മളെ ബോഡീന്റെ കാര്യത്തില്. മുഖത്ത് ചുളിവുകൾ വരുന്നുണ്ട് അല്ലെ, തടി അവിടെ കൂടുന്നുണ്ട്, ഇവിടെ കൂടുന്നുണ്ട്, വെള്ളം കുടിക്കണം, എന്തെല്ലാം. ശരിക്കും നമ്മളൊരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട് തന്നെ ശരിക്കും നമ്മൾ വേറൊരു സമയം പ്ലാൻ ചെയ്യണം അല്ലെ. ഓരോ കാര്യങ്ങളും ശരീരത്തിന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മളെ ബ്യൂട്ടി കോൺഷ്യസ്നെസ് കൊണ്ടല്ലെങ്കിലും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ എത്രമാത്രം എഫേർട്ട് ഭൂമിയിൽ എടുക്കണം അല്ലെ. ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു നിയത്തിൽ ചെയ്യുന്നവർക്കെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഭൂമിയിൽ നമ്മൾ എടുക്കണം. പക്ഷെ അവിടെ അതൊന്നുമില്ല, ആ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ. അവിടെ ആ ഒരു ബ്യൂട്ടി സുബ്ഹാനല്ലാഹ് നഷ്ടപ്പെടൂലെന്ന്, ആ യൂത്ത്ഫുൾനെസ്, യുവത്വം നഷ്ടപ്പെടൂലെന്ന്. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്കത് വേണ്ട അല്ലെ. മൊത്തത്തിൽ നോക്കുമ്പോ എവിടേക്കോ. പക്ഷെ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, നമ്മൾ ഒരു ദിവസം എടുത്ത് നിരീക്ഷിച്ചാൽ അത് നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങൾ അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള പരിശുദ്ധരായിട്ടുള്ള ഇണകളുണ്ട്. ശാരീരികം ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും പരിശുദ്ധിയുള്ള അല്ലെ. അസൂയയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ഒരു കുറവുകളും ഇല്ല, ഭംഗിയോട് കൂടിയ ഭംഗി. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിന്റെ എല്ലാത്തിനും അപ്പുറം വറിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി, അള്ളാഹിന്റെ അപ്രൂവൽ. എന്താ റിദ്വാൻ? റിദ്വാൻ നമ്മള് റളിയല്ലാഹു അൻഹു അല്ലെ, മർദാത്ത് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഈ യായിൽ നിന്ന് വന്നതാണ്. റിദ്വാനും അതെ. പക്ഷെ ഈ റിദ്വാൻ എന്ന് പറയുമ്പം എന്താ അതിന്റെ അർത്ഥം? യെസ്, അള്ളാഹു തൃപ്തനായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, പ്ലീസ്ഡ് ആയിരിക്കുക അല്ലെ. നമ്മൾ പക്ഷെ റിദ്വാന്റെ അവസാനത്തില് ഒരു അലിഫ് നൂൻ ഉണ്ട് അല്ലെ. അതൊന്ന് എന്താണ്? മുബാലഗ. നമ്മൾ റഹ്മാൻ എന്നുള്ള അള്ളാഹിന്റെ പേര് അതെന്താണ്? അത് മുബാലഗയാണ് അല്ലെ. അത് അതിന്റെ സ്ട്രെങ്ത് കുറച്ചും കൂടെ കൂടുതലാണ്. ഈ റിദ്വാനും അതേപോലെ ഒരു സാധാരണ അപ്രൂവൽ അല്ല, സാധാരണ തൃപ്തിയല്ല, പക്ഷെ കസീറൻ റിദ്വാ അല്ലെ, വളരെ അധികരിച്ചിട്ടുള്ള റിദ്വാ. അള്ളാഹിന്റെ തൃപ്തി അങ്ങേയറ്റം അധികരിച്ചിട്ടുള്ള തൃപ്തിയാണ് റിദ്വാൻ. അങ്ങേയറ്റം അള്ളാഹു ഹാപ്പി ആവുക, അങ്ങേയറ്റം സാറ്റിസ്ഫൈഡ് ആവുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആളുകളുടെ മേൽ അള്ളാഹിന്റെ റിദ്വാൻ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവരുടെ മേലെ പിന്നെ അള്ളാഹ്ക്ക് യാതൊരു കോപവും ഉണ്ടാവില്ല. ദുനിയാവില് നമ്മളൊരു നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് നമ്മളും ഭയങ്കര ഹാപ്പിയാണ്, അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരും. പക്ഷേ അടുത്ത നിമിഷം എന്താ സംഭവിക്കുക?
നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോവും അല്ലെ, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോകും, ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്തു പോകും അല്ലെ, ഒരു മിസ്റ്റേക്ക് വരും, പിന്നെ നമുക്കങ്ങ് വിഷമം, കുറ്റബോധമായി. ചിലപ്പോൾ നമ്മൾ അതിന് തൗബ പോലും ചെയ്യില്ല, ആ കുറ്റബോധം കൊണ്ട് നമ്മൾ അങ്ങനെ നടക്കും അല്ലെ. അതാണ് നമ്മളെ ഭൂമിയിലെ ജീവിതം അല്ലെ. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ നിമിഷത്തെ അവസ്ഥ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ അതിലൂടെയല്ലേ കടന്നു പോകുന്നത്. കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ടെംപ്റ്റേഷനിൽ പെട്ടിട്ട് അല്ലെങ്കിൽ ആളുകളുടെ സാഹചര്യത്തിൽ പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തു പോകില്ലേ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ റമളാൻ സുബ്ഹാനല്ലാഹ് അല്ലെ, എന്തായിരുന്നു കേട്ടോ, എന്ത് സന്തോഷമായിരുന്നു, അത്രയും ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, അത്രയും ദുആ ചെയ്തു. പക്ഷെ അതിന് ശേഷം അല്ലെങ്കിൽ എന്റെ കഴിഞ്ഞ വർഷം ഞാൻ ഭയങ്കര നല്ലായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഭയങ്കര നല്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഭയങ്കര നല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലേ നമ്മുടെ ദുനിയാവിലെ അവസ്ഥ. പക്ഷെ സ്വർഗത്തിൽ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാല് അള്ളാഹു എന്നേക്കും നമ്മളടുത്ത് ഹാപ്പി ആയിരിക്കും, പ്ലീസ്ഡ് ആയിരിക്കും. പിന്നെ ഒരിക്കലും അള്ളാഹ്ക്ക് നമ്മളോട് കോപം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അല്ലെ, സ്വർഗവാസികളുടെ അടുത്ത് അള്ളാഹു ചോദിക്കും, അല്ലയോ സ്വർഗവാസികളെ, അപ്പൊ അവര് പറയും, ഇതാ ലബ്ബൈക്ക്, ഞങ്ങളിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഹാപ്പിയാണോ, നിങ്ങൾ തൃപ്തരാണോ? അവർ ചോദിക്കും, ഞങ്ങൾ എന്തിന് തൃപ്തരാകാതിരിക്കണം അല്ലെ, വേറൊരാൾക്കും കൊടുക്കാത്തത് നീ ഞങ്ങൾക്ക് തന്നിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നീ ഞങ്ങൾക്ക് തന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു മാപ്പാക്കി നമ്മളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹ് ചോദിക്കും, അല്ല, അള്ളാഹിന്റെ അടുത്ത് സ്വർഗവാസികൾ, ഞങ്ങൾക്ക് ഇനി എന്താ കിട്ടാത്തെ? അപ്പം അള്ളാഹ് ചോദിക്കും, അതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. അപ്പം എന്താ അതിനേക്കാൾ ഉത്തമമായത് അല്ലേ? അതിനേക്കാളും വലുത് വേറെന്തോ ഉണ്ടോ? അള്ളാഹു പറയും, ഉഹില്ല അലൈക്കും റിദ്വാനി. സുബ്ഹാനല്ലാഹ് അല്ലേ, എന്റെ തൃപ്തി ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. ഫല അസ്ഖതു അലൈക്കും ബഅദഹു അബദാ. ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്ത് തൗബയില് 72-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വറിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത്. അള്ളാന്റെ തൃപ്തി, റിദ്വാൻ, റിദ, അതാണ് ഏറ്റവും വലുത്. ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളെക്കാളും വലുത് അല്ലെ. നമുക്കിനി എന്തൊക്കെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളെ പല ബ്ലെസ്സിങ്ങുകളെ, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അത് കിട്ടി, ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇത് കിട്ടി എന്നൊക്കെ നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാത്തിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും നമ്മളായിട്ട് അള്ളാഹ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൊണ്ടൊക്കെ എന്ത് കാര്യമുള്ള അല്ലെ. അള്ളാന്റെ ആ ഒരു ലെവൽ പ്ലഷർ, തൃപ്തി എന്ന് പറയുന്ന ആ ഒരു പ്രതിഫലത്തിനേക്കാളും വലുത് ഭൂമിയിൽ എന്താ ഉള്ളത്? ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് ദുനിയാവിലെ ഷഹവാത്തുകൾ അല്ലെ. അത് ശരിക്കും ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അതിനേക്കാൾ ബെറ്റർ ആയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അല്ലെ. എന്നിട്ട് അള്ളാഹ് ജന്നത്തിനെ കുറിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവിടെ എല്ലാം ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം അവിടെ നിങ്ങൾക്ക് തരും അല്ലെ. നിങ്ങൾ അവിടെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നിട്ട് അള്ളാഹ് ചോദിക്കണം, അതിനേക്കാൾ ബെറ്റർ ആയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന്. അതെന്താ? അള്ളാഹിന്റെ തൃപ്തി. ആ ലെവലൊന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലുള്ള ഈ എൻജോയ്മെന്റിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? വറിദ്വാനും മിനല്ലാഹി. സുബ്ഹാനല്ലാഹ്. അക്ബർ അല്ലേ, അതാണ് ഏറ്റവും മഹത്തായത്. അള്ളാഹ് നമ്മളോട് ഒരിക്കലും പിന്നെ അപ്സെറ്റ് ആവില്ല, കോപിക്കൂല എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. സ്വഹാബാക്കളുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, പലരും അതില് അള്ളാന്റെ സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത ഭൂമിയിൽ തന്നെ അറിയിക്കപ്പെട്ട ആൾക്കാരാണ്. അള്ളാഹുവിന്റെ റിദ്വാനിലെ അറിയിക്കപ്പെട്ട ആൾക്കാരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരിൽ തൃപ്തരാണ്, അവരും അള്ളാഹുവിൽ തൃപ്തരാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ അള്ളാഹു ഭൂമിയിലുള്ള അല്ലെ ഒരു മുത്തഖിയായിട്ടുള്ള ഒരു മനുഷ്യനും മരിക്കുമ്പോൾ അള്ളാഹു ഇതേ കാര്യം പറയുന്നുണ്ട്. എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. എന്താണ് ഈ മുത്മഇന്ന? ഹാപ്പി ആൻഡ് കണ്ടന്റ് അല്ലെ, തൃപ്തിയായിട്ടുള്ള ആത്മാവ്. എന്തിലാ തൃപ്തിയായിട്ടുള്ളത് ഈ ആത്മാവ്? ഈ മരിച്ചു പോകുന്ന ഈ ഒരു നഫ്സ്, ഈ ഒരു മനുഷ്യന്റെ റൂഹ് എന്തിലാ തൃപ്തിയായിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഖദറുകളില്,
അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖദറുകൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ, അള്ളാഹുവിന്റെ വിലക്കുകളിൽ, അള്ളാഹു അവന്റെ മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള ബാധ്യതകളിൽ, ഇതിലെല്ലാം തൃപ്തനായിട്ടുള്ള ആൾക്കാരാണ് മുത്മഇന്നായിട്ടുള്ള നഫ്സ്. ഇപ്പം ഈ നിമിഷം എന്റെ നിങ്ങളുടെ റൂഹ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ മുത്മഇന്നായിട്ടുള്ള നഫ്സായിട്ടാ പോവാന്ന്? അള്ളാഹിന്റെ ഖദറിൽ പൂർണ്ണ തൃപ്തിയായിട്ടുള്ള, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തിയായിട്ടുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ തൃപ്തി ഉൾക്കൊണ്ടിട്ടുള്ള, അള്ളാഹുവിന്റെ വിലക്കുകളെ തൃപ്തിപ്പെടുന്ന, അള്ളാഹു നമ്മളെ മേലെ ഏൽപ്പിച്ച ബാധ്യതകളിൽ തൃപ്തിപ്പെടുന്ന തോന്നുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖാണല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ അത്ഭുതം പോലെ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഓരോ നിമിഷവും നമ്മൾ ഈ ഓരോ കാര്യങ്ങളിലും ശ്രമിച്ചാലേ നമ്മളെ നഫ്സിനെ അള്ളാഹു റൂഹിനെ വന്ന് പിടിക്കുന്ന സമയത്ത് നമ്മള് നഫ്സുൽ മുത്മഇന്നാന്ന് കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. എനിക്കും നിങ്ങൾക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അവന്റെ തൃപ്തിയിലായിക്കൊണ്ട്, അവന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മള് എല്ലാം കഴിയട്ടല്ലേ, ദുനിയാവിൽ ഈ പ്രശ്നം കഴിയിട്ട്, ആ പ്രശ്നം കഴിയിട്ട്, മോളെ പ്രശ്നം കഴിയിട്ട്, മോന്റെ പ്രശ്നം കഴിയിട്ട്, പയ്യാപ്പിളിന്റെ പ്രശ്നം കഴിയിട്ട്, വീടിന്റെ പ്രശ്നം കഴിയിട്ട്, എന്നിട്ട് എപ്പോഴെങ്കിലും നമ്മൾ അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ ഈ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് വേറെ ലോകത്തിലാവും. ഇതെങ്ങനെയോ അത്ഭുതം പോലെ സംഭവിക്കുന്നു വിചാരിച്ചിട്ട്. എങ്ങനെ സംഭവിക്കാനല്ലേ? ശരിക്കും അള്ളാന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പം നമ്മളൊരു ഫേവർ ഒന്നല്ല ചെയ്യുന്നത്, നമ്മളുടെ മേലുള്ള ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാണ് അല്ലെ, അള്ളാഹിന്റെ കൽപ്പനയാണത്. ഒരുപാട് ആയത്തുകളിൽ നമ്മൾ അത് കണ്ടു അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരും തന്നെ ആ ബാധ്യതയിലേക്ക് ഇറങ്ങിയിട്ടില്ല, ആരും തന്നെ, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ദഅവ എന്താ? മുസ്ലിം ആയിരുന്നവർക്ക് മാത്രം കൊടുത്തിരുന്ന ദഅവയാണോ? നമ്മൾ ആരും അതിലേക്ക് എത്തിയിട്ടില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. ദുആ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ മുത്മഇന്നായിട്ടുള്ള നഫ്സായിട്ട് അള്ളാഹിന്റെ അടുത്തേക്ക്, റൂഹായിട്ട് അള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങണ്ടേ? അള്ളാഹിന്റെ കൽപ്പനകളിൽ പൂർണ്ണ തൃപ്തരായിക്കൊണ്ട് അല്ലെ? അള്ളാഹിന്റെ കൽപ്പനകളിൽ എങ്ങനെയാ പൂർണ്ണ തൃപ്തരാവുക? അതെല്ലാം ശരിയാണ്, അതെല്ലാം കറക്റ്റാണ്, ചെയ്യേണ്ടതാണെന്ന് ഏറ്റുപിടിച്ച് ചെയ്യുന്ന ആളുകളാവുമ്പോഴാണ് അതിൽ തൃപ്തരാവുക അല്ലെ? അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉത്തമമായിട്ട് ചെയ്യുമ്പോഴാണ്, അള്ളാഹ് നമ്മളെ ഇവയിൽ ഏൽപ്പിച്ച ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ്. അല്ലാതെ അതിൽ തൃപ്തി, ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതൊക്കെ ശരി തന്നെയാണെന്നും പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്നാന്ന് അഡ്രസ് ചെയ്യാൻ നമ്മൾ ഡിസേർവിങ്ങേ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മുത്മഇന്നായിട്ടുള്ള നഫ്സാവുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള നഫ്സിനോട് അള്ളാഹു മരണസമയത്ത് പറയും, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് മടങ്ങ്. എങ്ങനെ? റാദിയത്തൻ, തൃപ്തനായിക്കൊണ്ട്, മർദിയ, തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലെ? നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. അത് നിങ്ങളും ഹാപ്പി ആയിരിക്കണം, റബ്ബും ഹാപ്പി ആയിരിക്കണം അല്ലെ? നമ്മളെങ്ങനെ ഹാപ്പി ആവുന്നത്? അള്ളാഹ് പറഞ്ഞതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ കഴിവിന്റെ ബെസ്റ്റ് ശ്രമിക്കുമ്പോഴാണ്. നമ്മളെ കഴിവിന്റെ ബെസ്റ്റ് ആട്ടോ, വേറൊരാളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എന്റെ കഴിവിന്റെ ബെസ്റ്റ് അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയെയും ഞാൻ ഉൾക്കൊണ്ടോ, ഏറ്റോ, തൃപ്തമായിട്ട് സ്വീകരിച്ചോ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയോ, ശ്രമിച്ചോ, അപ്പോഴാണ് ഞാൻ അള്ളാഹുവിൽ തൃപ്തനാകുന്നത്. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു നമ്മളിലും തൃപ്തനാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ കേട്ട് മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ടോ ഈ ക്ലാസ് കേൾക്കുന്നതിൽ? ഇല്ലല്ലേ? നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഫദ്ഖുലി ഫീ ഇബാദി, എന്നിട്ട് എന്റെ ഉത്തമ ദാസന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചോളൂ. അള്ളാഹുവിന്റെ റിദ്വാൻ കിട്ടിയ ദാസന്മാരുണ്ട് അവിടെ അല്ലെ? നമ്മൾ അവരുടെ കൂടെ അല്ലേ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുമ്പം അള്ളാഹ് ആ റിദ്വാൻ കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കൂടെ ആഗ്രഹിക്കുന്ന നമ്മള് ആ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് അർഹതയാണ് നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? അല്ലെ? നമുക്കിതൊക്കെ ഒരു ഫാൻസി തിങ്ങാ. ഇങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് അത്ഭുതം പോലെ ഇതങ്ങോട്ട് നടക്കും നമ്മൾ വിചാരിക്കാം.
നമ്മളെ മുമ്പിലേക്ക് സിറ്റുവേഷൻസ് വന്നാല്, ഓപ്പർച്യൂണിറ്റീസ് വന്നാല്, ടെസ്റ്റുകൾ വന്നാല് അതിൽ ക്ഷമിക്കാതെയും അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാതെയും ഒക്കെ ഇതിങ്ങനെ ഒരു ഫാൻസി ആയിട്ട് നമ്മളിങ്ങനെ നാവ് കൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളോട് മരിക്കുമ്പോൾ ആദ്യത്തെ മറിയാന്ന് വിചാരിച്ചിരിക്കും. നമ്മൾ മൂഢ സ്വർഗത്തിലാണ് ഞാനും നിങ്ങളും. നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങിയേ മതിയാവും. അള്ളാഹ് ആരുടെ അടുത്തേക്കാന്നറിയാം നമ്മളെ വിളിക്കുന്നത്? ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അള്ളാന്റെ തൃപ്തരായ അടിമകളുടെ അടുത്തേക്കാണ്. അവരെന്താ ചെയ്തു വെച്ചെന്ന് നമ്മളെ നല്ല വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് അവർ ആ സ്വർഗത്തിൽ എത്തിയതെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് വിചാരിച്ചിട്ട് ആ സ്വർഗത്തിലേക്ക് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്? വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും ഈ ഒരു ഭാഗ്യം, ഈ പറഞ്ഞ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് കേട്ടുകൊണ്ട് മരിക്കാൻ ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിലേക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനുവേണ്ടി നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ സാഹചര്യങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകമാക്കി തരട്ടെ. അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ത് ചെയ്യാനുള്ള ധൈര്യവും അതിനു വേണ്ടിയിട്ട് എന്ത് വേണോ അതെല്ലാം റബ്ബ് നമുക്ക് ഒരുക്കി തരട്ടെ. നമുക്ക് ചെയ്യാനും പറ്റട്ടെ. അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. നമ്മൾക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. നമ്മൾ ഓരോരുത്തരും ചെയ്യാതെ നമ്മളടുത്ത് ഇത് അള്ളാഹ് പറയൂല. തുടർന്ന് അള്ളാഹു പറയുന്നു വല്ലാഹു ബസ്വീറും ബിൽ ഇബാദ്. അള്ളാഹു അവന്റെ അടിമകളെ കാണുന്നവനാണ്, അല്ലെ? അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്. ഇബാദ് അബ്ദിന്റെ പ്ലൂറലാണ്. ഇതിനകത്ത് ഓരോ അടിമകളും പെട്ടു. ഓക്കെ, അള്ളാഹുവിന് കീഴൊതുങ്ങിയോ ഇല്ലേ, ഓരോ അടിമകളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരും അബദിൽ പെടുന്നതാണ്, അല്ലെ? എല്ലാരും അള്ളാഹു വാച്ച് ചെയ്യുന്നുണ്ട്. ബസീർ ഇവിടെ സമയാണോ, വേറെ ഒന്നും അല്ല അള്ളാഹു ഉപയോഗിച്ചത്. അള്ളാഹ് കാണുക ചെയ്യുന്നത് നമ്മളുടെ ആക്ഷൻസിന്, അല്ലെ? നമ്മൾ ഈ ഷഹവാത്തുകളൊക്കെ കൊണ്ട് ഓരോ നിമിഷവും ഞാനും നിങ്ങളും എന്താ ചെയ്യുന്നേ അള്ളാഹ്ക്കറിയാം. നമ്മൾ ആരെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നല്ലേ? നമ്മൾ ആൾക്കാരോട് പറയായിരിക്കും ഞാനിത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങനെ ആക്കാണ് ഇങ്ങനെ ആക്കാണ്. അള്ളാഹ്ക്കറിയാം അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നേ, എന്താ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇതിനകത്ത് ഷഹവാത്തുകളിൽ പെട്ടിട്ട് നമ്മളെ ജീവിതം കളയുകയാണോ? അതിനകത്ത് ഒബ്സസ്ഡ് ആയിട്ട് നമ്മൾ അള്ളാന്റെ ദീനിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാണോ? അള്ളാന്റെ ദീനിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട്, അല്ലെ, ഈ ഭൂമിയിലെ സുഖങ്ങളിൽ മുഴുകി നമ്മൾ ഇരിക്കുകയാണോ എന്ന് അള്ളാഹ്ക്കറിയാം. അള്ളാഹു ബസീറും ബിൽ ഇബാദ്. വേറൊരാളിലേക്കും നമ്മൾ നോക്കണ്ട, നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ മതി. അവരെന്ത് ചെയ്യുന്നു ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കേ വേണ്ട. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കാം. നമ്മളെ ഷഹവാത്തുകളെ നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഞാനും നിങ്ങളും അള്ളാന്റെ തൃപ്തി നേടാൻ വേണ്ടിയാണോ? അള്ളാഹു കാണുന്നുണ്ടല്ലേ. അള്ളാഹു ബസീറും ബിൽ ഇബാദ്. ആരാണ് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നത്, ആരാണ് ദുനിയാവ് ഉപയോഗിച്ച് ആഖിറം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് അള്ളാഹ് കാണുന്നുണ്ട്. ആരാണ് അള്ളാഹിനെ മറന്നുപോയതെന്നും ആർക്കാണ് അള്ളാഹിന്റെ തൃപ്തി വേണ്ടതെന്നും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹ്ക്ക് അറിയാം. ഇനി ആരാണ് ഈ പറഞ്ഞ ഇബാദ്, അല്ലെ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള രീതിയിൽ അള്ളാഹിന്റെ റിദ്വാൻ കിട്ടുന്ന ഇബാദുകൾ ആരാന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്ത് 16-ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ നോക്കാം. ട്രാൻസ്ലേഷൻ. അതായത് ഇങ്ങനെ പറയുന്നവർ: ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. വാക്കർത്ഥം: അല്ലദീന യഖൂലൂന, പറയുന്നവർ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നന ആമന്ന, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഹംസ മീം നൂൻ, ഫഗ്ഫിർ ലന, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ, ദാൽ നൂൻ ബ, വഖിന, ഞങ്ങളെ നീ കാക്കുകയും വേണമേ, വാവ് ഖാഫ് യ, അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന്, അദാബ് ഐൻ ദാൽ ബ, നാർ നൂൻ വാവ് റ. തഫ്സീർ നോക്കാം. അല്ലദീന, യാതൊരുവർ, യഖൂലൂന, അവർ പറയുന്നത്, എന്താ അവർ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നന, നിശ്ചയമായ ഞങ്ങൾ, ആമന്ന, വിശ്വസിച്ചു. ഓക്കെ, അപ്പം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
അവരവരുടെ ഹൃദയങ്ങളിൽ പറയാണ് ഞങ്ങൾ വിശ്വസിച്ചു അല്ലെ, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അവര് നാവുകൾ കൊണ്ടും പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ദ്വാ അല്ലെ ഓപ്പൺ ആയിട്ട് പറയാണ് ഇന്നന ആമന്ന, ഞങ്ങള് വിശ്വസിച്ചു. എങ്ങനെയാ അവര് വിശ്വസിച്ചത് അല്ലെ? ഈമാനൻ കാമിലൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഈമാൻ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഈമാൻ അല്ല. ഈമാന്റെ ഡെഫിനിഷൻ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ, പഠിച്ചതാണ് എല്ലാവരും. ഈമാന്റെ ഡെഫിനിഷൻ എന്താണ്? കംപ്ലീറ്റ് ഈമാൻ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നമ്മൾ എന്താക്കണം? അഫേം ചെയ്യണം അല്ലെ, സത്യപ്പെടുത്തണം. നാവുകൾ കൊണ്ട് നമ്മൾ അതിനെ സാക്ഷ്യപ്പെടുത്തണം. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ അത് വരെയും വേണം അല്ലെ. ഈമാൻ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും എപ്പോഴും ഈമാന്റെ കാര്യം എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങളും സിഫാത്തുകളും പോലും അല്ലെ. അത് ഓരോന്നിലും നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതിന്റെ നമ്മളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വർഗം ഉറപ്പാണ് അല്ലെ. കാരണം അള്ളാഹിന്റെ ഓരോ നാമങ്ങൾ, അള്ളാഹു അസ്സമീആണ്, അള്ളാഹു അൽ ബസീർ ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അതുപോലെ ഓരോ കാര്യങ്ങളും, അതാണ് ഈമാനൻ കാമിലൻ. അള്ളാഹുവെ ഞങ്ങൾ വിശ്വസിച്ചു, ദുനൂബന, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ. എന്തുകൊണ്ടാണ്? ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട്. വഖിനാ അദാബന്നാർ, ഞങ്ങൾ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുക. ഞങ്ങൾക്ക് നിന്നിലുള്ള ഈ വിശ്വാസം കൊണ്ട് അല്ലെ, ഞങ്ങളുടെ ഈമാൻ കൊണ്ട്. ഇവിടെ ഈ ഈമാൻ വിശ്വസിച്ചു എന്ന് നമ്മൾ വെറുതെ പറഞ്ഞത് കൊണ്ട് ഈമാൻ ആവുന്നില്ല കേട്ടോ. ഇത് ആർക്കാ ഇത് പറയാൻ പറ്റുക ഇന്നന ആമന്നാന്ന്? ആ പറഞ്ഞ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആക്കിയ ആൾക്കാർക്കാണ് അത് പറയാൻ പറ്റുക അല്ലെ. എന്താ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നമ്മളിപ്പോ ഈ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിൽ നമ്മൾ കംപ്ലീറ്റ് വിശ്വസിക്കുമ്പം നമ്മൾ അതിനെ സ്വീകരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ചാവും അല്ലെ. നമ്മളൊക്കെ എത്ര റബ്ബന ഇന്നന ആമന്നാന്ന് എത്ര ദുആകളുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഈമാനൻ കാമിലൻ ആണോ? അല്ല അല്ലെ. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈമാനും മെല്ലെ മെല്ലെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകും. നിരാശപ്പെടാൻ വേണ്ടി മാത്രമുള്ളതല്ല ഇതൊന്നും. ഓക്കെ, എപ്പോഴും നമ്മളെ മുമ്പിലുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അറിവെത്തുന്നതിനനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കലാണ് നമ്മുടെ മേലുള്ള ഡ്യൂട്ടി. എപ്പോഴും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നിരാശപ്പെടേണ്ടത് കാര്യമുള്ളൂ. അപ്പം നമ്മളുടെ ഈമാൻ കൊണ്ട് എന്താണ്? നീ ഞങ്ങളെ കൽപ്പിച്ച കാര്യങ്ങൾ അല്ലെ, അതിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട്, നീ ഞങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസിച്ചത് കൊണ്ട്, അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അതിനെ ഞങ്ങൾ പിന്തുടരുന്നത് കൊണ്ട്. ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ അല്ലെ. അറിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് വിശ്വസിക്കാനും മനസ്സിലാക്കാനും പിന്തുടരാനും പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് നീ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു താ. കാരണം ഒരു യഥാർത്ഥ അടിമ അല്ലെ, അള്ളാഹു പറഞ്ഞ ഒരു യഥാർത്ഥ അടിമ എത്ര ഈമാൻ ഉണ്ടെങ്കിലും, എത്ര ഈമാൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവൻ എന്താക്കും? അവന്റെ കുറവുകളെ തിരിച്ചറിയില്ലേ, അവന്റെ തിന്മകൾ, അവന്റെ തെറ്റുകളെ തിരിച്ചറിയും. അവൻ എത്ര എഫേർട്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇട്ട് കഴിഞ്ഞാലും അവനറിയാം ഈ കാര്യത്തില് ഞാൻ പെർഫെക്റ്റ് അല്ല, ആ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് അല്ല, ഇന്ന കാര്യത്തിൽ ഞാൻ എവിടെ എത്തിയില്ല, ആ കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റുന്നുണ്ട്, ഈ കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നില്ല. അത് നല്ല ബോധം ഉണ്ടാവും ആർക്ക്? ഈ പറഞ്ഞ ശരിക്കും ഈമാനുള്ള അടിമക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവന്റെ ഈമാനാണ് അവനെ ഈ തിരിച്ചറിവ് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തിരിച്ചറിവ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചോദിക്കും? പാപമോചനം ചോദിക്കും അല്ലെ. അപ്പം ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? പാപമോചനത്തിനുള്ള ഒരു വഴിയും കൂടെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ശരിക്കുള്ള ഈമാൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിൽ പാപമോചനത്തിന് വേണ്ടി തേടുകയും ചെയ്യുള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഒന്നും പാപമോചനങ്ങളൊന്നും ഇപ്പോഴും എവിടെയും എത്താത്ത പാപമോചനങ്ങളാണ് അല്ലെ. നമ്മളുടെ തൗബകളൊന്നും സ്ഥിരമല്ലാത്ത തൗബകളാണ്. എന്തുകൊണ്ടാ? നമ്മുടെ ഈമാനൊക്കെ ഇപ്പോഴും വീക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഏറ്റവും ബെസ്റ്റ് അല്ലെ, അള്ളാഹു ഏത് അവസ്ഥയിൽ ഒരു മനുഷ്യന് ഈമാൻ എത്താൻ അള്ളാഹ്ക്ക് എത്തിക്കാൻ പറ്റുമോ ആ അവസ്ഥയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈമാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. എന്നിട്ട് ആ ഈമാൻ അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ പാപമോചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അത് സ്ഥിരപ്പെടുത്താനും അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തുതാ. നീ കൽപ്പിച്ചതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങളടുത്ത് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തുതാ. അപ്പം ഈ പറയുമ്പോ ഈമാൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഈമാൻ ആവുന്നില്ല. ഹൃദയത്തിലെ വിശ്വാസം വരുമ്പോഴാണ്
അത് പ്രവർത്തനത്തിലേക്ക് വരുന്നുള്ളൂ അല്ലെ. ഓരോ കാര്യത്തിലും നമ്മളെ ഹൃദയത്തിലെ വിശ്വാസം ഇറങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തനത്തിലേക്ക് എത്താത്തത്. പല തെറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മളെ സ്വയം തടയാൻ പറ്റാത്തത് നമ്മളെ ഹൃദയത്തിലേക്ക് ആ വിശ്വാസം ഇറങ്ങാത്തത് കൊണ്ടാണ്. പല നന്മകളിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം സ്ട്രോങ് ആയിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ്. അപ്പം വിശ്വാസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം, ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു താ. ആരാണ് ഈ ആളുകൾ? ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ആരാണ്? അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. നമുക്ക് 17-ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം. 17-ാമത്തെ ആയത്തിന്റെ ട്രാൻസ്ലേഷൻ: ക്ഷമ കൈക്കൊള്ളുന്നവരും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമാകുന്നു അവർ. ആര്? അള്ളാഹുവിന്റെ അടിമകൾ. ഓക്കെ, വാക്കർത്ഥം നോക്കാം. അസ്വാബിരീൻ ക്ഷമാലുക്കൾ, വസ്വാദിഖീൻ സത്യവാൻമാർ. സ്വാബിരീൻ സ്വാദ് ബാറ, സ്വാദിഖീൻ സ്വാദ് ദാൽ ഖാഫ്. വൽ ഖാനിതീൻ ഭക്തന്മാരും ഒതുക്കമുള്ളവരും അച്ചടക്കമുള്ളവരും. ഖാഫ് നൂൻ ത. വൽ മുൻഫിഖീൻ ചെലവഴിക്കുന്നവരും. നൂൻ ഫ ഖാഫ്. വൽ മുസ്തഗ്ഫിരീൻ പാപമോചനം തേടുന്നവരും. ഐൻ ഫ റ. ബിൽ അസ്ഹാർ രാത്രിയുടെ അവസാന യാമങ്ങളിൽ. സീൻ ഹ റ. തഫ്സീർ നോക്കാം. അസ്വാബിരീൻ ക്ഷമയുള്ളവര്. ഓക്കെ, സാബിറിന്റെ പ്ലൂറലാണ് സ്വാബിരീൻ. ആരാണ് സാബിർ? സബ്ർ കാണിക്കുന്നവർ അല്ലെ. എന്താണ് സബ്ർ? നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുക, നമ്മളുടെ പ്രയാസങ്ങൾ വരുമ്പോൾ കൺട്രോൾ ചെയ്യുക. അത് ഒന്ന്. രണ്ടാമത്തത് അള്ളാഹുവിനോടുള്ള അനുസരണ കാണിക്കുന്നതിലുള്ള സബ്ർ. ഓക്കെ, അള്ളാഹിനോട് അനുസരണ കാണിക്കണമെങ്കിൽ നമുക്ക് സബ്ർ വേണം. എങ്ങനെയാണത്? ആ അനുസരണയിൽ നമ്മൾ തുടരണമെങ്കിൽ അല്ലെ, അള്ളാഹു ഒരു കാര്യം നമ്മളെടുത്ത് കൽപ്പിച്ചാൽ അത് അനുസരിക്കണമെങ്കിൽ അല്ലെ, പലപ്പോഴും നമുക്ക് സബ്ർ ആവശ്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ പല കൽപ്പനകളും അനുസരിക്കാൻ നമുക്ക് പ്രയാസാവുന്നത് എന്തുകൊണ്ടാ? അത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ, അതനുസരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന പല പ്രയാസങ്ങളാവാം, നമ്മുടെ നഫ്സിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളാവാം അല്ലെ. അതൊക്കെ അവിടെയൊക്കെ സബ്ർ കാണിച്ചാലേ നമുക്ക് അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയിൽ നമുക്ക് തുടരാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തത് അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിൽ നിന്ന് മാറി നിൽക്കാനും സബ്ർ ആവശ്യമാണ്. അപ്പം നമ്മൾ വിചാരിച്ച നമ്മളൊക്കെ ഭയങ്കര ക്ഷമാലുക്കളാണെന്നാണ് അല്ലെ. പക്ഷെ സബർ ഈ മൂന്ന് സാഹചര്യത്തിലും അപ്ലൈ ചെയ്യുമ്പോഴാണ് സബർ ആവുന്നത് അല്ലെ. പ്രയാസങ്ങളിലുള്ള സബർ, അതെന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നമുക്ക് വളരെ പ്രയാസമേറിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അല്ലെ, അപ്പം അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യാ? നമ്മളെ കൺട്രോൾ ചെയ്യാം, മതിയാക്കി നിർത്താൻ പോവാണ് അല്ലെ. ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും തോന്നാത്ത രീതിയിൽ റബ്ബുണ്ട് അല്ലെ. ആ ഒരു ക്ഷമയോട് കൂടി നമ്മള് എന്തിനാണോ അള്ളാഹു സൃഷ്ടിച്ചത്, ഇബാദത്ത് ചെയ്യാനാണ്, അത് ചെയ്തുകൊണ്ട് നമുക്ക് തുടരാൻ പറ്റാന്നുണ്ടെങ്കിൽ അല്ലെ, അത് സബ്റാണ്. രണ്ടാമത്തെ ടൈപ്പ് സബ്ർ എന്ന് പറയുന്നത് അനുസരണയുടെ സബ്ർ, ഇസ്തിഖാമത്ത് അല്ലെ. അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ എത്രത്തോളം സബ്ർ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുള്ള ഉത്തരം മിക്കവാറും നോ ആയിരിക്കും അല്ലെ. എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, നമുക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതങ്ങൾ, നമ്മുടെ ഇബാദത്ത് പരമായ കാര്യങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിംഗ്സിന്റെ ഉള്ള കാര്യങ്ങളിലും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് തോന്നുന്ന സമയത്ത് നന്മ ചെയ്യലല്ല ഇവിടുത്തെ സബ്ർ. ഓക്കെ, നന്മ അതായത് അള്ളാഹിനെ അനുസരിക്കൽ എനിക്ക് തോന്നുന്ന സമയത്ത്, ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം, പക്ഷെ അത് ആ സിറ്റുവേഷനിൽ എനിക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല, അതല്ല അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സബ്ർ. എല്ലാ സാഹചര്യങ്ങളിലും ഏത് ഓഡ്സിനെതിരെയും തുഴഞ്ഞിട്ട് അള്ളാഹുവിനെ അനുസരിക്കലാണ് അതിനകത്തുള്ള സബ്ർ. കൺസിസ്റ്റന്റ് ആയിരിക്കുക. നമ്മൾ ആരും തന്നെ അല്ലെ പല കാര്യങ്ങളിലും കൺസിസ്റ്റന്റ് അല്ല, നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ അടുത്ത് ആ സബ്ർ തരാൻ വേണ്ടിയിട്ട്, ആ ഇസ്തിഖാമത്ത് തരാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാഹ് തൃപ്തിയുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ടെസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. പല രീതിയിൽ ടെസ്റ്റുകൾ വരും. ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നമ്മൾ ഒന്നും വേണ്ട, ഇനി എല്ലാ ദിവസവും ഞാൻ ഒരു പേജ് ഖുർആൻ എക്സ്ട്രാ ഓതും തീരുമാനിച്ചാൽ, ഇതുവരെ ഉള്ളതിനേക്കാൾ ഒരു പേജ് എക്സ്ട്രാ ഓതും തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ എക്സ്ട്രാ തുടങ്ങുന്ന സമയത്ത്
നമുക്ക് ചിലപ്പോൾ ഒരു തലവേദന വരും. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു ഫോണിൽ വിളിക്കും, അപ്പോഴാരെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വരും അല്ലെ. അങ്ങനെ എന്തൊരു കുഞ്ഞു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആ വഴിക്ക് പരീക്ഷണങ്ങൾ വരും, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വരും. ഇനി വലിയ കാര്യങ്ങളാണെങ്കിലും, വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മൾ നെഫ്സിൻ്റെതായ ടെസ്റ്റുകൾ വരും. ആളുകൾ പലതും പറയും, സാഹചര്യങ്ങൾ കാരണം പല പ്രയാസങ്ങളും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ചിലപ്പം എനിക്ക് ജീവിക്കാൻ പോലും പറ്റൂല ഇതനുസരിച്ചുകൊണ്ടാണെങ്കിൽ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിന് ഇങ്ങനെ പിടിച്ചു മുറുക്കി ഞെരുക്കി കളയും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അവിടെ സബർ കാണിക്കലാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സബർ. സുബ്ഹാനല്ലാഹ്. അതേപോലെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് മാറുന്ന കാര്യത്തിലും അല്ലെ, പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഉണ്ട് നമ്മുടെ നെഫ്സിന്റെ ഷഹവാത്തുകളിൽ പെട്ടിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല തിന്മകളും. പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിചാരിക്കുമ്പോഴും ഓരോ പ്രാവശ്യം മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോഴും എന്തെങ്കിലും രീതിയിൽ നമുക്കതിന് തടസ്സം വരും അല്ലെ. അപ്പൊ നമുക്ക് അവിടെ സബർ നഷ്ടപ്പെടുകയാണ്, നമ്മൾ ഇച്ഛകളിൽ നമ്മൾ പെട്ടുപോവാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവിടെ നമ്മൾ സബർ കാണിക്കുമ്പോഴാണ് ഈ അസ്വാബിരീനിൽ നമ്മൾ പെടുന്നുള്ളൂ. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അടിമകൾ അല്ലെ, അള്ളാഹു ഈ പറഞ്ഞ മേലെ പറഞ്ഞ അള്ളാഹുവിനോട് അടുത്തുള്ള ജന്നത്തുകൾ കൊടുക്കുന്ന ആളുകളിൽ, ആ പറഞ്ഞ ഇബാദകളിൽ, അള്ളാഹിന്റെ റിദ്വാനുള്ള ഇബാദകളിൽ പെടുന്നുള്ളൂ. അസ്വാബിരീനാണോ നമ്മളെന്ന് നമ്മൾ നമ്മളടുത്ത് തന്നെ ചോദിച്ചു നോക്കുക അല്ലെ. പലപ്പോഴും നമ്മൾ ഞാൻ ക്ഷമ കാണിച്ചതുകൊണ്ട് അള്ളാഹ് എന്റെ കൂടെ ഉണ്ട്, അള്ളാഹ് എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് നമ്മൾ ക്ഷമ കാണിച്ചത് കൊണ്ടാണോ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണോ അള്ളാഹു നമ്മളെ കൂടെ ഉള്ളതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ എന്തിലൊക്കെയാണ് ഇപ്പോഴും ക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിലൊക്കെയാണ് നമ്മൾ ക്ഷമകേട് കാണിക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അർശിന്റെ തണലുള്ള 7 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു പുരുഷനെ ഒരു സ്ത്രീ ഭംഗിയും പവറും ഉള്ള ഒരു സ്ത്രീ സിനക്ക് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹുവിനെ ഭയമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവന് അല്ലെ, അവന് എന്തുണ്ട്, അർഷിന്റെ തണലുണ്ട്. അത്രയും പ്രയാസമാണ് അതല്ലേ. പലപ്പോഴും നമ്മളുടെയൊക്കെ പല ഷഹവാത്തുകളിൽ അല്ലെ, ചിലത് തെറ്റായ ഷഹവാത്തുകളായിരിക്കും, അത് നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സബർ കാണിക്കാൻ പറ്റാറില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സബർ കാണിക്കാൻ പറ്റാറില്ല. ചില ഷഹവാത്തുകൾ ഹലാലായിരിക്കും, ഓക്കെ ആയിരിക്കും, പക്ഷെ അത് എക്സസീവ് അധികമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആവുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റാറില്ല അല്ലെ. ഇപ്പൊ ഭക്ഷണപ്രിയം, കഴിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ചില സാധനങ്ങൾ നമുക്കറിയാം ഇത് കൺട്രോളിന് അപ്പുറമാണ്, നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ നോമ്പ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ വീടിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ കുടുംബം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവിടെയൊക്കെ നമ്മൾ അതായത് ഷഹവാത്തുകളിൽ എക്സസീവ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ സബർ ഇല്ലാത്തത് കൊണ്ടും അസ്വാബിരീൻ അല്ലാത്തത് കൊണ്ടാണ്. സ്വാബിരീൻ അല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മേലെ പറഞ്ഞ ആ സ്വർഗം ആർക്കുള്ളതാണ്, അള്ളാഹുവിന്റെ ഈ പറഞ്ഞ അബ്ദുകൾക്കുള്ളതാണ്, ഈ ക്വാളിറ്റീസ് ഉള്ള അബ്ദുകൾക്കുള്ളതാണ്. അസ്വാബിരീൻ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടോന്ന് നമ്മൾ നമ്മളടുത്ത് തന്നെ ചോദിക്കാം. അടുത്തത് അള്ളാഹു പറഞ്ഞത് വസ്വാദിഖീൻ, അവര് സത്യസന്ധരായിരിക്കും. സാദിഖിന്റെ പ്ലൂറലാണ് സാദിഖീൻ. സാദിഖ്, സിദ്ഖ്, സത്യം പറയുന്ന ആളുകൾ. എന്താണ് സിദ്ഖ്? ഹൃദയവും നാവും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ലാതിരിക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹൃദയവും നാവും ഒരേ പേജിലായിരിക്കാം. ഹൃദയത്തിലുള്ളത് തന്നെയാണോ നാവിലൂടെ വരുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക അല്ലെ. പലപ്പോഴും നമ്മൾ ഹൃദയത്തിലുള്ളതിനെ വളരെ പോളിഷ് ചെയ്തിട്ട് നാവ് കൊണ്ട് പുറത്തേക്ക് വിടാറുണ്ട്. ഹൃദയത്തിൽ ഇത്തിരി കുരുത്തം കെട്ടതായിരിക്കും ഉണ്ടാവുക, പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മൾ അതങ്ങ് പോളിഷ് ചെയ്തിട്ട് പറയൂലേ. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ ഹൃദയത്തിന് എന്താണ്, ഹൃദയവും നാവും ഒരേ പേജിലാണോ? സിദ്ഖ് ഉണ്ടോ? ഖൗലില് മാത്രമല്ല സിദ്ഖ് അല്ലെ. സിദ്ഖ് എന്താണ്, നമ്മളെ സംസാരത്തിലും മാത്രമല്ല നമ്മളെ ആക്ഷൻസിലും വേണം. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഹൃദയത്തിലുള്ളത് തന്നെയാണോ നമ്മൾ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ നോക്കണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അതുപോലെ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. ഇതൊക്കെ നമ്മൾക്കുള്ളതാട്ടോ. ഇതൊന്നും പറയുമ്പോൾ നമുക്ക് വേറെ ഒരാളും മനസ്സിൽ വരേണ്ട ആവശ്യമില്ല. ഞാൻ മതി. ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ഞാൻ എന്താണോ അത് മതി. ഈ പറഞ്ഞ എന്തിലെങ്കിലും നമ്മൾ പെടുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. സാദിഖീനിൽ പെടുന്നുണ്ടോ? സാബിരീനിൽ പെടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, വാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മളോട് തന്നെ സിദ്ഖ് കാണിക്കുന്നവരായിരിക്കണം, ആളുകളോട് സിദ്ഖ് കാണിക്കുന്നവരായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടും സിദ്ഖ് കാണിക്കുന്നവരായിരിക്കണം അല്ലെ. നമ്മൾ ഭയങ്കര ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
പക്ഷെ അള്ളാഹിന്റെ അടുത്ത് നമ്മൾ സിദക്ക് കാണിക്കുന്നവരാണോ നമ്മൾ ചോദിക്കുക. അള്ളാഹ് ഞാൻ ഭയങ്കര ഈമാനുള്ള വ്യക്തിയാണ് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ ഏത് ഈമാൻ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ റബ്ബന ഇന്നന ആമന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ. ഈമാൻ, ഈ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുല് അള്ളാഹു പറഞ്ഞ ഓരോ കാര്യങ്ങളും അല്ലെ, അള്ളാഹിലുള്ള വിശ്വാസം. അതുപോലെ അള്ളാഹു വൈബായിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളിലും വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം, ചിലതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും വേണം. പല പല ഉത്തരവാദിത്തങ്ങൾ നമ്മളെ മേലുണ്ട്. മുസ്ലിം ഉമ്മ എന്നുള്ള രീതിയിൽ, ഉമ്മതൻ വസതൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ ദീനിനെ സെർവ് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ സിദ്ഖുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ കമ്മിറ്റ്മെന്റും നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, നമ്മളെ റബ്ബിന് നമ്മൾ കൊടുത്ത കമ്മിറ്റ്മെന്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. സുബ്ഹാനല്ലാഹ്. സ്വാദിഖീൻ. അടുത്തത് വൽഖാനിതീൻ. ഭയഭക്തിയുള്ളവരായിരിക്കണം, പക്ഷെ കോൺസ്റ്റന്റ്ലി സ്ഥിരമായിട്ട് അള്ളാഹുവിനോട് അനുസരണ കാണിക്കുന്നവരാണ് ഖാനിതീൻ. സ്ഥിരമായിട്ട് അള്ളാഹുവിനോട് അനുസരണ കാണിക്കാൻ ശ്രമിക്കുന്നവര്, അതും അങ്ങേയറ്റം ഹമ്പിളായിട്ട് കീഴൊതുങ്ങിയിട്ട് അള്ളാഹ് പറയുന്നതിന് അങ്ങേയറ്റം കീഴൊതുങ്ങി സ്ഥിരമായിട്ട് അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുന്നവരാണ് ഖാനിതീൻ. നമ്മൾ ചോദിക്കുക, നമ്മളുടെ ഇബാദത്തുകളിൽ, നമ്മൾ അള്ളാഹുവിനോടുള്ള കീഴൊതുങ്ങലുകളിൽ, നമ്മളുടെ അള്ളാഹുവിനോടുള്ള അനുസരണകളിൽ നമ്മൾ ഖാനിതീനാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അതൊന്നും ഒരുപാട് പറഞ്ഞ് നമ്മൾ ബേജാറായിട്ട് ഒരു കാര്യമില്ല അല്ലെ. ആണോ നമ്മൾ ചോദിക്കുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. ഖാനിത്യങ്ങളിൽ നമ്മളെ പെടുത്താൻ വേണ്ടി, സ്വാദിഖീങ്ങളിൽ നമ്മളെ പെടുത്താൻ വേണ്ടി, സ്വാബിരീങ്ങളിൽ നമ്മളെ പെടുത്താൻ വേണ്ടി. വൽ മുൻഫിഖീൻ, ചെലവഴിക്കുന്നവര്. മുൻഫിഖിന്റെ പ്ലൂരലാണ് മുൻഫിഖീൻ. ഇൻഫാഖ് ചെയ്യുന്നവരാണ് മുൻഫിഖ്. നിഫാഖ് അല്ല കേട്ടോ, നിഫാഖ് കപട വിശ്വാസം. ഇത് ഇൻഫാഖ്, ചെലവഴിക്കുക. മുൻഫിഖ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുന്നവര്. എന്തിനു വേണ്ടി ചെലവഴിക്കുന്നവരാ? ഷഹവാത്തുകളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലെ. അള്ളാഹിന്റെ മാർഗത്തിൽ മാത്രം ചെലവഴിക്കുന്നവരാണോ? സ്വന്തം ഹക്ക് മറന്നുകൊണ്ട്? അതുമല്ല. ഒരു ബാലൻസ് ഉണ്ട് അല്ലെ. സൂറ ഫുർഖാനില് 67 പറയുന്നുണ്ട്, അല്ലദീന ഇദാ അൻഫഖൂ ലം യസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിത വ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരുമാകുന്നു അവർ. അപ്പൊ അവര് ചെലവഴിക്കുമ്പം എക്സസീവും ആവില്ല, പിശുക്കുകയില്ല അല്ലെ. അപ്പൊ അവര് എപ്പോഴും മോഡറേറ്റ് ആയിട്ട് ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ തന്നെ ആവശ്യങ്ങളിൽ, അവരുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളിൽ, അവരുടെ ബന്ധുക്കളുടെ ആവശ്യങ്ങളിൽ, അനാഥകളുടെ ആവശ്യങ്ങളിൽ, യാത്രക്കാരുടെ ആവശ്യങ്ങളിൽ അല്ലെ, മിസ്കിന്മാരുടെ ആവശ്യങ്ങളിലൊക്കെ അവര് ചെലവഴിക്കും. അപ്പൊ ഫർദായിട്ടുള്ള സ്പെൻഡിങ് ഒക്കെ അവര് ചെയ്യും. സുബ്ഹാനല്ലാഹ്. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലും ചെലവഴിക്കുന്നവരാണ്. സ്പെൻഡിങ്ങിനെ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുക അല്ലെ. ഒന്ന് മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ, അതായത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, പാവങ്ങൾക്ക് വസ്ത്രം കൊടുക്കുക, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുക, ഇൻഡിവിജ്വൽസിന് ഓരോരുത്തർക്ക് വേണ്ടി ചെലവഴിക്കുക. അതേപോലെ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിം സമൂഹത്തിന്, അതായത് ഫീ സബീലില്ല എന്നുള്ള ആ ഒരു ചെലവും. ഓക്കെ. ഒരാൾക്ക്, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുമ്പോൾ, വസ്ത്രം കൊടുക്കുമ്പോൾ ഒക്കെ അത് വളരെ എന്താണ്, ഹയറായിട്ടുള്ള അല്ലെ, സ്വാലിഹായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ്. ഫീഡ് ചെയ്യുമ്പോൾ, ഫുഡ് കൊടുക്കുമ്പോൾ ഒക്കെ അത് തന്നെ. പക്ഷെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് സഹായമാണ് അല്ലെ. മാത്രമല്ല അവരുടെ ദുനിയാവിനും മാത്രമല്ല ആഖിറത്തിനും കൂടി വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പം മുൻഫിഖീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേപോലെ ഇൻഡിവിജ്വൽസിനും നമ്മൾ ചെലവഴിക്കണം, അതുപോലെ കമ്മ്യൂണിറ്റിക്ക്, ഇസ്ലാമിന് വേണ്ടിയിട്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ചെലവഴിക്കണം. ഓക്കെ. അപ്പം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ പൈസ മാത്രം ചെലവഴിക്കല്ല, സമയവും ചെലവഴിക്കണം, നമ്മളുടെ എനർജി ചെലവഴിക്കണം. അള്ളാഹു നമുക്ക് തന്ന സ്ട്രെങ്ത്തുകൾ, അള്ളാഹു നമുക്ക് തന്ന കഴിവുകൾ എല്ലാം നമ്മൾ ചെലവഴിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകൾക്ക് വേണ്ടിയിട്ടും, അതായത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്ന ആളുകൾ മുൻഫിഖീൻ. അടുത്തത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പാപമോചനം തേടുന്നവര് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. മുസ്തഗ്ഫിരീൻ, മുസ്തഗ്ഫിർ എന്ന് പറയുന്നത് മുസ്തഗ്ഫിറിന്റെ പ്ലൂരലാണ് മുസ്തഗ്ഫിരീൻ. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് മുസ്തഗ്ഫിർ. ഓക്കെ. സ്ഥിരമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ. അൽ അസ്ഹാർ,
അസ്ഹാർ എന്നാണ് സഹറിന്റെ പ്ലൂറലാണ്. സഹർ എന്ന് പറയുന്നത് ഫജറിന് തൊട്ട് മുമ്പുള്ള സമയം. നമ്മുടെ സുഹൂർ അല്ലെ, നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കുന്ന സമയമാണ് സഹർ എന്ന് പറയുന്നത്. ഓക്കെ, ഫജറിന്റെ തൊട്ട് മുമ്പുള്ള സമയം. അപ്പം അവര് എന്താക്കും, അസ്ഹാറിന്റെ സമയത്ത് പാപമോചനം തേടുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അവർ പാപമോചനം തേടുന്നത്? അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആൾക്കാരല്ലേ അല്ലെ? കാരണം അസ്വാബിരീനാണെന്നുണ്ടെങ്കിൽ തന്നെ സുബ്ഹാനല്ലാഹ് എന്തായി, അവര് ഓൾമോസ്റ്റ് എല്ലാ പ്രയാസങ്ങൾ വരുമ്പം ക്ഷമിക്കുന്ന ആൾക്കാരെ, അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന ആൾക്കാരെ, അള്ളാഹുവിന്റെ എല്ലാ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരായി അല്ലെ? സാബിരീനാണ്, സാദിഖീനാണ്, ഖാനിതീനാണ്, ഇതൊക്കെയും പറഞ്ഞിട്ട് മുൻഫിഖീനാണ്. എന്നിട്ട് അതിന്റെ പുറമെ അവരെന്താക്കുന്ന, പാപമോചനം തേടുന്നു. സുബ്ഹാനല്ലാഹ്. അവരെന്തിനാ ഈ പാപമോചനം തേടുന്നു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം? കാരണം നമ്മൾ മുമ്പുള്ള ആയത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ശരിയായ വിശ്വാസമുള്ളവര്, അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തിന്മകൾ അവര് ശരിക്കും കാണും, അവരുടെ കുറവുകൾ അവര് ശരിക്കും കാണും. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നന്മകള്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ അത് അടിപൊളി, ഇത് അടിപൊളി, ഐ ഹാവ് ഡൺ ദിസ്, ഐ ഹാവ് ഡൺ ദാറ്റ് അല്ലെ, ഞാൻ അത് അങ്ങനെ ഇതിങ്ങനെയാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ ഈ ചെയ്തതിനൊക്കെ നശിപ്പിച്ച് കളയുന്ന പലതും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും മറന്നുപോകും. കാരണം നമ്മൾ ശരിക്കുള്ള ആ ഒരു വിശ്വസിക്കുന്നതിലും പെട്ടിട്ടില്ല, ഈ പറഞ്ഞ ഒന്നിലും നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു സ്ഥിരമായിട്ടുള്ള ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രാധാന്യത്തിലേക്ക് നമ്മൾ എത്താത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും വിശ്വസിക്കുമ്പം, ശരിക്കും അള്ളാന്റെ തൃപ്തി നേടണം എന്ന് ആഗ്രഹിക്കുന്നവര് എന്തായിരിക്കും, സേഫർ സൈഡിൽ ആവാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ട് അധ്വാനിക്കും. നന്മകള് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സൈഡിൽ ഓടിയടക്കുമ്പം ഇപ്പുറത്തെ സൈഡില് പാപമോചനത്തിന് വേണ്ടിയിട്ട് അതിഭയങ്കരമായിട്ട് തേടും അല്ലെ? ശരിക്കുള്ള ചിന്ത ഉണ്ടാവുമ്പോ നമ്മൾ വിചാരിക്കുന്ന, ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഹറാമൊന്നും ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഞാൻ ചെയ്യുന്ന തിന്മകൾ പോലും ഞാൻ കാണുന്ന പോലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അല്ല കൊത്തില്ല ബില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാം, എവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഉള്ളതെന്ന്. ഒരു മിനിറ്റ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം നമ്മൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ സ്വർഗം ഉറപ്പ് നൽകുന്ന അബുദുകളുടെ പ്രത്യേകതകളാണ് അല്ലെ? വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവര് ഇത്രയും ബെസ്റ്റ് ആൾക്കാരാണ്, സ്വാബിരീനാണ്, സ്വാദിഖീനാണ്, ഖാനിതീനാണ്, ഇതൊക്കെ ആണെങ്കിലും സുബ്ഹാനല്ലാഹ് അല്ലെ, മുൻഫിഖീനാണ്, എന്നാലും അവരെന്താണ്, മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ ആണ് അല്ലെ? അവരത്രയും സേഫ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും, ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും, വിശ്വസിച്ചവരായി കഴിഞ്ഞിട്ടും, ഇതൊക്കെ ചെയ്യുന്നവരായി കഴിഞ്ഞാലും അവര് സ്ഥിരമായിട്ട് പാപമോചനം തേടുന്നവരായിരിക്കും അല്ലെ? നമ്മളൊക്കെയും അല്ലെ, ഒക്കേഷണലി ഇസ്തിഗ്ഫാർ ഉണ്ട്, ഒക്കേഷണലി തൗബയുണ്ട്. കാരണം നമ്മളൊന്നും അത്രയും തീവ്രത നമ്മൾ കൊടുക്കുന്ന തിന്മകൾക്ക് കണക്കാക്കുന്നില്ല അല്ലെ? ഞാൻ അങ്ങനെ ഹറാമൊന്നും ചെയ്യുന്നില്ല, ഞാൻ അന്നനാക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ആക്കുന്നില്ല, ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു റിയലൈസേഷനിലേക്ക് പറയുന്നുണ്ടാവും. നമ്മളൊക്കെ നാവ് കൊണ്ടൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ആ നാവ് കൊണ്ട് പറയുന്നതിന്റെ കടുപ്പം എവിടെയാ വരാന്നറിയോ? ശരിക്കും ഉള്ളത് നമുക്ക് ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ ആയിരിക്കും അല്ലെ? നമ്മളെ തിന്മകളെ കുറിച്ച് നമ്മൾ അത്രയും ബോധമുള്ളവരാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അസ്ഹാറിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ? ഒരു പ്രത്യേക സമയം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബിൽ അസ്ഹാർ. എവിടെയാണ് അസ്ഹാർ? പകലാണോ? അല്ല. ഉച്ചക്കാണോ? അല്ല അല്ലെ? സുബഹയുടെ സമയം കൂടെ അല്ല, അതിന്റെയും മുന്നേ. നമുക്കറിയാം അതെന്തുകൊണ്ടാണെന്നല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല താഴോട്ട് ഇറങ്ങി വന്ന് മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കും ആ ഒരു സമയത്ത് അല്ലെ? രാത്രിയുടെ 1/3 ഭാഗം അവശേഷിക്കുന്ന ഒരു സമയത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ആരെങ്കിലും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ അവന് ഉത്തരം നൽകും, വല്ലവനും എന്നോട് ചോദിക്കുന്ന പക്ഷം ഞാൻ അവന് നൽകും, ആരെങ്കിലും എന്നോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ അവന് പുറത്തു കൊടുക്കും അല്ലെ? ഒരുപക്ഷെ നമ്മളൊക്കെയും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമസ്കരിക്കാത്തവരുടെ അടുത്ത് നമ്മൾ ഒരു പക്ഷെ പറയും, നിനക്ക് പ്രത്യേകിച്ച് അള്ളാന്റെ അടുത്തൊന്നും ചോദിച്ച് വാങ്ങാനില്ലല്ലോ അല്ലെ?
അതുകൊണ്ട് പിന്നെ നിനക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ. നമ്മൾ അവർക്കൊരു കുറ്റബോധം തോന്നാൻ വരെ നമ്മൾ പറയാറ് അങ്ങനെയാണ്. ഈവൻ നമ്മൾ ഒരു പക്ഷെ തഹജ്ജുദ് സ്ഥിരമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും കൂടുതൽ അല്ലെ. അവന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അവന് ഉത്തരം നൽകും, നമ്മൾ ചോദിക്കുന്നത് നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയായിരിക്കും അല്ലെ. നമ്മൾ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാറായിട്ട് അതിനു വേണ്ടിയിട്ട് അല്ലെ, റബ്ബേ ഇത് ഇന്ന് ചെയ്തത് മുഴുവനും നാളത്തെ തഹജ്ജുദിൽ എനിക്ക് റബ്ബിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞിട്ട് സേഫ് ആകണം എന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസവും അതിനു വേണ്ടി ഓടിയെടുക്കുന്ന ആളുകൾ നമ്മൾ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അള്ളാഹു പാപമോചനം തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സമയം അതിനു വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതോ ദുനിയാവിലെ നമ്മളെ പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും നമ്മളുടെ ഈ ഒരു ഹുബ്ബു ഷഹവാത്തുകൾ ഇൻകംപ്ലീറ്റ് ആയി പോയിട്ടുള്ള, കിട്ടാതായി പോയിട്ടുള്ള, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മളുടെ തഹജ്ജുദുകൾ. ഒരു പക്ഷെ നമുക്ക് ആ തഹജ്ജുദിന്റെ പ്രതിഫലവും ഗുണങ്ങളും ഒക്കെ പരലോകത്തുള്ള സ്ഥാനങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മളുടെ മനസ്സിൽ എത്രത്തോളം നമ്മൾ ആ ഒരു മുസ്തഗ്ഫിരീന ഫിൽ അസ്ഹാർ ആവാൻ വേണ്ടിയിട്ട് ആണ് നമ്മളുടെ തഹജ്ജുദുകൾ, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചോദിച്ചു നോക്കാം. ഇനി അല്ലാത്തവരാണെങ്കിൽ എന്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ പറഞ്ഞതൊന്നും ഈമാനുള്ളവരാണോ അതിലേക്ക് എത്തിയിട്ടില്ല, സ്വാബിരീങ്ങളാണോ അതിലേക്ക് എത്തിയിട്ടില്ല, സ്വാദിഖീങ്ങളാണോ അതിലേക്ക് എത്തിയിട്ടില്ല, ഖാനിതീങ്ങളാണോ അതിലേക്ക് എത്തിയിട്ടില്ല അല്ലെ, മുൻഫിഖീനാണോ അതിലേക്ക് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ചെയ്യാതെ എന്നാ എനിക്കൊന്നും പ്രത്യേകിച്ച് പാപമോചനം തേടാനില്ല എന്ന് വിചാരിച്ചിട്ട് സുഖമായിട്ട് നമുക്കൊക്കെ അവിടെ കിടന്നു ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഏത് സ്വർഗം വിചാരിച്ചാ നമ്മളൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നത്? ഏത് സ്വർഗം ആഗ്രഹിച്ചിട്ടാ ഞാനും നിങ്ങളും പണിയെടുത്തോണ്ടിരിക്കുന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓർമ്മപ്പെടുത്തലുകൾ അല്ലെ, ഓരോന്നും കറക്റ്റ് സമയത്ത് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നഷ്ടക്കാരാണ്. മാറിയേ മതിയാവും ഞാനും നിങ്ങളും. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അള്ളാഹു ഇത് ഈ ഒരു സമയം ബിൽ അസ്ഹാർ എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാരണം നമ്മൾ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരുന്ന ആ ഒരു അള്ളാഹു പാപമോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നൊക്കെ തരാൻ വേണ്ടി വരുന്ന ഒരു സമയം. വേറൊരു കാര്യമുള്ളത്, ഖിയാമുൽ ലൈലിന് ശേഷമാണ് ഈ ഇസ്തിഗ്ഫാർ ഇവിടെ പറയുന്നത് അല്ലെ. ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കർമ്മങ്ങളിൽ ഒന്നാണ്, ഏറ്റവും ബെസ്റ്റ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ദുആകൾ സ്വീകരിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒട്ടും നഷ്ടപ്പെടാത്ത ദുനിയാവിലേക്ക് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ദുആ ചെയ്യും അല്ലെ. മോന്റെ ആ കാര്യം, മോളെ ഈ കാര്യം, പുയ്യാപ്പിളിന്റെ മറ്റേ കാര്യം, വീടിന്റെ കാര്യം, സ്വത്തിന്റെ കാര്യം എല്ലാം നമ്മൾ തഹജ്ജുദിനങ്ങ് മാക്സിമം പ്രയോജനപ്പെടുത്തും. എന്നാൽ നമ്മള് ഈ ഇസ്തിഗ്ഫാറിന് നമ്മൾ ചെയ്യാറുണ്ടാവുമായിരിക്കും അല്ലെ, ഞാനും നിങ്ങളൊക്കെ ചെയ്യാറുണ്ടാവുമായിരിക്കും. എത്രത്തോളം നമ്മൾ ബേജാറിലാണ് ആ കാര്യം ചെയ്യുന്നത്. ഇതൊക്കെ അതായത് ഈ പറഞ്ഞ എല്ലാ നന്മകളും ചെയ്ത് കഴിഞ്ഞിട്ടേ, സ്വാബിരീനും സ്വാദിഖീനും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെല്ലാം നമുക്ക് ഓൾറെഡി അറിയാം. സുബ്ഹാനല്ലാഹ്, എന്നാലും നമ്മളുടെ ഇസ്തിഗ്ഫാറുകൾ ആ സമയത്ത് എത്രത്തോളം നമ്മൾ ഈഗർലി ആണത് ചെയ്യുന്നത്, എത്രത്തോളം ആ പാപമോചനം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. സൂറത്ത് ഫാത്തിറിലും 10-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അവങ്കിലേക്കാണ് ഉയരുന്നത് അല്ലെ എന്ത് ഉത്തമ വചനങ്ങൾ. വൽ അമലു സ്വാലിഹു യർഫഉഹു, നല്ല പ്രവർത്തനങ്ങൾ അതിനെ ഉയർത്തുന്നു. അപ്പം നമ്മള് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു അമലാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ആ അമൽ സ്വാലിഹ് ചെയ്തതിന് ശേഷം നമ്മളുടെ കലിമ, നമ്മളുടെ ദുആ, നമ്മളുടെ ഇസ്തിഗ്ഫാർ അള്ളാഹുവിലേക്ക് ഉയരാൻ ഏറ്റവും സാധ്യതയുള്ള സമയം, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ഇറങ്ങി വരുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ അല്ലെ. ഓരോ ദിവസവും നഷ്ടപ്പെടുത്തല്ലേ. ഇത് തിരിച്ചു വരുമോ എനിക്കും നിങ്ങൾക്കും? അവർ ഈ സൽക്കർമ്മങ്ങൾ ഖിയാമുൽ ലൈലിനെ ഏറ്റവും ഭംഗിയാക്കി ചെയ്തിട്ട് അവരതിനെ നഷ്ടപ്പെടുത്താതെ ആ സമയത്തിനെ ഉപയോഗിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ് അവര്. സുബ്ഹാനല്ലാഹ്, നമ്മളോ? അഥവാ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ അവസാനത്തിൽ കുറച്ച് ബൈഹാർട്ട് പഠിച്ചു വെച്ച ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും ദുആകളല്ലാതെ നമ്മൾ ആത്മാർത്ഥമായ ദുആകളിൽ എന്താ ഉണ്ടാവാറ്? നമ്മളെ കുട്ടികളും നമ്മളെ കുടുംബവും അല്ലെ,
നമ്മളെ ആ കാര്യവും നമ്മളെ ഈ കാര്യവും നമ്മളെ മറ്റേ കാര്യവും. കാരണം നമുക്ക് ഉറപ്പം നമ്മൾ ഇവിടെയാണ് ജീവിക്കാൻ പോണേന്നല്ലേ. അവിടുത്തെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വലിയ യഖീനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആദ്യ കാലങ്ങളില് വിത്ർ രാത്രിയുടെ ആദ്യ ഭാഗത്തായിരുന്നു നമസ്കരിച്ചിരുന്നത്. പിന്നീട് രാത്രിയുടെ മധ്യഭാഗത്തായി. അവസാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടടുത്ത് അവസാന ഭാഗമായപ്പോഴേക്കും രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് ആക്കി മാറ്റി. ജീവിതത്തിന്റെ അവസാന സമയമായപ്പോഴേക്കും. നമുക്കൊക്കെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെ. ഒരു 15-20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാരെങ്കിലും നമുക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചൂടെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളുടെ ഷഹവാത്തുകള് അല്ലെ, നമ്മളുടെ നഫ്സ് തന്ന ഷഹവാത്തുകളെങ്കിലും നമ്മളെ പലപ്പോഴും അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇനി അഥവാ നമ്മൾ എണീറ്റ് കഴിഞ്ഞാലും ആ ഒരു മിനിറ്റ് ഒരു റക്അത്ത് വിത്ർ കിട്ടിയാലും അതിനകത്ത് സുജൂദില് നമ്മൾ എന്താ പറയാ? പടച്ചോനെ, എന്റെ മോന്റെ ജോലിന്റെ കാര്യം, എന്റെ വീടിന്റെ കാര്യം അല്ലെ. എന്നിട്ട് അവസാനം എവിടെയോ ചടങ്ങിന് വേണ്ടി കുറച്ച് അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് തോന്നുന്നതാണോ? ചിന്തിക്കണം അല്ലെ. ആ ഉറക്കത്തിന്റെ സുഖം, ആ ഒരു കംഫർട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്വത ഭൂമിയിൽ തന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് സുഖിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ നമസ്കരിക്കുമായിരുന്നു. ഈ ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് നാഫിയുടെ അടുത്ത് ചോദിക്കും, രാത്രിന്റെ ലാസ്റ്റ് ഭാഗമായോ എന്ന് ചോദിക്കും. നാഫി അതെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദ്വാസ് ആരംഭിക്കും. ഒരുപാട് പാപമോചനം തേടും സുബഹി വരെ. നമുക്ക് പാപമോചനം തേടുമ്പോൾ ബോറടിക്കും അല്ലെ. നമുക്ക് എത്ര നേരം നമുക്ക് പാപമോചനം തേടാൻ പറ്റും? എനിക്കും നിങ്ങൾക്കും അത്രയും അവര് ചെയ്യുന്ന പോലെ ഓരോ ദിവസവും രാത്രിയുടെ അന്ത്യയാമത്തിൽ സുബഹി വരെ പാപമോചനം തേടാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ടോ? പറ്റാറുണ്ടോ? കാരണം നമുക്ക് അത്ര വലിയ തെറ്റൊന്നും ചെയ്തതായിട്ടുള്ള ഒരു ബോധമൊന്നും നമ്മുടെ ഒന്നും ഉള്ളിൽ ഇല്ലല്ലേ. ഉണ്ടോ? ഒരു ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പം നമ്മൾ ആ ഹുബ്ബു ഷഹവാത്തിന്റെ ആയത്തുകളുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ദുനിയാവിന്റെ ഇച്ഛകളുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കൊന്നും ഇതിലേക്കൊന്നും എത്താൻ പറ്റാത്തത്. ഇപ്പോഴും എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളൊക്കെ അവിടെയൊക്കെ സ്റ്റക്ക് തന്നെയാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് ഇതിലേക്കൊന്നും എത്താൻ പറ്റാത്തത്. നമ്മളുടെ ഇച്ഛകളുടെ പിന്നാലെയാണ്. നമ്മൾ ദുനിയാവിൽ പെട്ടിരിക്കുകയാണ്. ദ്വാ ചെയ്യുന്ന നല്ലപോലെ ദ്വാ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വന്നേ മതിയാവും. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മൾ ഉപയോഗിച്ചേ മതിയാവും. അള്ളാഹ് നമുക്ക് തന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചേ മതിയാവും. നമുക്ക് അള്ളാഹു തന്ന ഓരോ സൗകര്യങ്ങളും ഓരോ കാര്യങ്ങളും അള്ളാഹിന്റെ ദീനിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചേ മതിയാവും. അള്ളാഹിന്റെ തൃപ്തി ഉണ്ട്, നാളെ റവിയത്തെ മറിയായിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചേ മതിയാവും. നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ ടൈം ഒക്കെ നമുക്ക് അള്ളാഹ് തന്ന എല്ലാരും എല്ലാ സാധനങ്ങളും നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചേ മതിയാവും. എന്നാ ദുനിയാവില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിക്കാൻ അത്യാവശ്യത്തിന് നമുക്കൊരു പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മളെ ബേസിക് ആവശ്യങ്ങൾ നമുക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഖിറത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം അതിനെ ആ ഒരു ബാലൻസിൽ കാണേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യം നന്നായി വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ പെട്ടുപോകരുത്. ഈ പറഞ്ഞ ഇബാദുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും തൃപ്തിയുള്ള, അള്ളാഹുവിന്റെ അവിടെ ഏറ്റവും അടുത്ത ജന്നാത്തുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അബ്ദുകളിൽ പെടണമെങ്കിൽ അള്ളാഹു മരിച്ച് അള്ളാഹുലേക്ക് മടങ്ങുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ഞാനും നിങ്ങളും തുടങ്ങിയേ മതിയാവും. ഓരോ നിമിഷവും നമ്മൾ പ്രവർത്തിച്ചേ മതിയാവും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് എളുപ്പം തരട്ടെ. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അള്ളാഹുവിന്റെ സഹായം നമുക്ക് തരട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. ആമീൻ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദുആ അധികരിപ്പിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ദുആ അധികരിപ്പിക്കുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു വഴി കാണിച്ചു തരും. ഓരോരുത്തർക്കും ബെസ്റ്റ് ആയിട്ടുള്ള വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഓരോരുത്തരും എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹു കാണിച്ചു തരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിലേക്ക് എത്തിക്കട്ടെ. ആമീൻ.
اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.